മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമം ഇപ്പോൾ ഒട്ടനവധി അപവാദങ്ങളുടെ നിഴലിലാണല്ലോ. അതേപറ്റി ശ്രീ വിദ്യാസാഗർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അപവാദം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്കാൻഡൽ, ഈ അപവാദം പടച്ചുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തെപ്പോഴും. അത് ഈ കാലത്ത് മാത്രമല്ല, ശ്രീകൃഷ്ണന്റെ കാലത്തും ശ്രീരാമന്റെ കാലത്തും എല്ലാ ആചാര്യന്മാരുടെ കാലത്തും അപവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ അപവാദങ്ങൾ വില കൊടുത്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന 3 തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ തട്ട് അപവാദം സൃഷ്ടിക്കുന്നവരാണ്. അപവാദം സൃഷ്ടിച്ച് വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അപവാദം സൃഷ്ടിച്ച് അതിനെ വിൽപ്പന ചെയ്ത് അത് വാങ്ങി നമുക്ക് വിളമ്പുന്ന മാധ്യമങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമയി മഠം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കുന്നത്. കാരണം പല ഭക്തന്മാരും, അമ്മയുടെ ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് കാലത്തൊക്കെ വഴിക്കാവ് ആശ്രമത്തിൽ പോകുമ്പോൾ അവരെ വരവേൽക്കുന്നത് കുറ്റിച്ചൂലുകളും കറുത്ത കൊടിയുമൊക്കെയാണ്. അമേരിക്കൻ ചാരസംഘടനയുടെ ഇവിടുത്തെ ഏജന്റായിട്ടാണ് അമ്മയെന്ന് ഇവിടുത്തെ പുരോഗമനക്കാരെന്ന് പറയുന്ന പ്രസ്ഥാനക്കാരെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. അവർ പറയാറ് അമ്മ അമേരിക്കയ്ക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കുന്ന ആളാണ് എന്ന രീതിയിലാണ്. പല ഭക്തന്മാരും ഇത് കണ്ട് ഒരുപാട് മനോവേദന അനുഭവിച്ചിട്ടുണ്ട് അന്ന കാലത്ത്. ഇപ്പോൾ വീണ്ടും ഒരു പുസ്തകം ഉണ്ടാക്കിയ വിവാദമാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. പക്ഷെ പുസ്തകത്തിന് എന്ത് തെളിവാണ് നൽകാനുള്ളതെന്ന് ചോദിച്ചാൽ ഗ്രന്ഥകർത്തൃ തന്നെ പലയിടങ്ങളിൽ പതറുന്നുണ്ട്. നമ്മളെല്ലാം അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് നടത്തിയ ഇന്റർവ്യൂവിൽ ഗെയിൽ ട്രെഡ്വെൽ പലയിടങ്ങളിൽ ഉത്തരം പറയാനാവാതെ അവരുടെ പുസ്തകത്തിലുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളെ പോലും അവർക്ക് തെളിയിക്കാനാവാതെ കുഴങ്ങുന്നു നമ്മൾ കണ്ടതാണ്. അപ്പൊ അപവാദം എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അപവാദമോ അല്ലെങ്കിൽ പുകഴ്ത്തലോ ഇകഴ്ത്തലോ ഒന്നും അമ്മയ്ക്ക് ബാധകമല്ല. അമ്മയുടെ 50ാം പിറന്നാളിന്റെ സമയത്ത് ലോകമെമ്പാടുമുള്ള 190 രാജ്യങ്ങളിലെ ജനങ്ങൾ കൊച്ചിയിൽ സമ്മേളിച്ചപ്പോൾ അമ്മ മക്കളോടായി ഭക്തന്മാരോടായി പറഞ്ഞു, അന്ന് കല്ലെറിഞ്ഞവർ ഇന്ന് പൂമാല അണിയിക്കുന്നു. അമ്മയ്ക്ക് രണ്ടും ഒരുപോലെയാണ്. ഒരു മഹാത്മാവിന്റെ അവസ്ഥയെ പറ്റിയിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് സമലോഷ്ടാശ്മ കാഞ്ചന, സ്വർണവും മണ്ണിന്റെ കട്ടയും ഒരുപോലെ കാണുന്നുണ്ട്. അപ്പൊ കല്ലെറിഞ്ഞാൽ പുകഴ്ത്തിയാൽ ഇകഴ്ത്തിയാൽ അമ്മയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ഈ അപവാദത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് നമുക്ക് ഈ കൂടിക്കാഴ്ചയുടെ അടുത്ത ഘട്ടങ്ങളിൽ പറയാം. അതേപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, രമണ മഹർഷി തുടങ്ങിയ മഹാത്മാക്കളുമായി അമ്മയെ താങ്കൾ എങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നു? രാമകൃഷ്ണ പരമഹംസദേവൻ നിരക്ഷരനായ ഒരു സാധാരണ ഗ്രാമീണനായ ഒരു ബ്രാഹ്മണനാണ് ആയിരുന്നു. അദ്ദേഹം പൂജയ്ക്ക് വേണ്ടിയിട്ട്, പൂജയുടെ ആവശ്യം അദ്ദേഹത്തിന്റെ ഏട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭവതാരിണി ക്ഷേത്രത്തിൽ എത്തുകയാണ്. അവിടെ നിന്ന് കാളി മാതാവിനെ സ്വന്തം അമ്മയായി കണ്ട് രാവും പകലും പോകുന്ന അറിയാതെ സാധന അനുഷ്ഠിച്ച് തപസ്സിന്റെ ഫലമായി അദ്ദേഹം ലോകത്തെ മുഴുവൻ ആ തപസ്സുകൊണ്ട് വശീകരിച്ചു. ആ മഹാപുരുഷൻ രമണ മഹർഷിയെ പോലെ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ അച്ഛനെ തേടി, അതായത് സാധാരണ ജൈവ ഓർഗാനിക് ബയോളജിക്കൽ ഫാദർഹുഡ് അല്ല, ആത്മീയ പിതൃത്വം തേടിയിട്ട് തിരുവണ്ണാമലയിലേക്ക് അരുണാചലം തേടി പോവുകയാണ്. പക്ഷെ അമ്മയെ സംബന്ധിച്ച് ജന്മദേശം തന്നെ, ജനിച്ച വീട് തന്നെ ലോകത്തിന് മുഴുവൻ താങ്ങും തണലുമാകുന്ന ഒരു ആശ്രമമായി വളർത്തിയെടുക്കുന്നുള്ളത് പ്രത്യേകതയാണ്. ഭാരതത്തിന്റെ ആധ്യാത്മിക പരമ്പരയിൽ എന്നും ഉജ്ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് രമണ മഹർഷിയും രാമകൃഷ്ണദേവനും. പക്ഷെ അമ്മയുടെ പ്രത്യേകത, ഒരു സ്ത്രീ ശരീരത്തിലൂടെ പ്രവർത്തിച്ചിട്ട് പോലും ഏറ്റവും താണ സാഹചര്യങ്ങൾ ഇന്നും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരുപാട് യാത്ര ചെയ്യേണ്ടത്. അമ്മയുടെ ആശ്രമം നിലനിൽക്കുന്ന ആ കുഗ്രാമത്തെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ആ പ്രഭാവം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും അവരുടെ ജീവിതകാലത്ത് ചെലുത്തിയതിന്റെ 100 ഇരട്ടിയാണ് ലോകത്തിലേക്ക് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും രാമകൃഷ്ണ പരമഹംസൻ, രമണ മഹർഷി നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ, ഋഷി പാരമ്പര്യത്തിന്റെ മകുടോദാഹരണമാണ്. പക്ഷെ അമ്മ അതിന്റെ ഒരു പൂർത്തീകരണം പോലെ ലോകം മുഴുവൻ ജീവിച്ചിരിക്കുക. അമ്മയുടെ അവതാര കാലത്തിന്റെ 60 വർഷം എത്തിയപ്പോഴേക്ക് ലോകം മുഴുവൻ അമ്മയുടെ ഈ ആത്മീയ പ്രഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അപവാദങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. അതേപോലെ കഴിഞ്ഞ കുറെ കാലമായിട്ട് വിവിധ ചില മാധ്യമങ്ങൾ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ ഭാരതത്തിലെ പല മഹാത്മാക്കളെയും ആൾദൈവങ്ങൾ എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും വില കുറച്ച് പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ആൾദൈവം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ശാസ്ത്രവിരുദ്ധമാണ്. ആൾദൈവം എന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞാൽ നമുക്കത് സാരമില്ല. കാരണം ആൾദൈവം അയാളുടെ അജ്ഞാനം കൊണ്ട്, ശാസ്ത്ര പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ട് പറയണമെന്ന് മാത്രം കണ്ട് തള്ളിയാൽ മതി. പക്ഷേ ഇതിന്റെ ഏറ്റവും നിരാശാജനകമായ, ഏറ്റവും ദൗർഭാഗ്യകരമായ സംഗതി, ചില സന്യാസ നാമധാരികളും ഈ വിഷയത്തിൽ അമ്മ ആൾദൈവമാണ് അല്ലെങ്കിൽ
അമ്മയുടെ ആശ്രമം ആൾദേവ പൂജ, വ്യക്തി പൂജ നടത്തുന്നു എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടത്തുകയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന അതിവിശിഷ്ട വ്യക്തിത്വമാണ് വിവേകാനന്ദ സ്വാമികളുടെ. വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ സാഹിത്യ സർവസ്വത്തില് അധ്യാത്മ ഗുരു എന്നൊരു വിഭാഗം, അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്, അത് ക്രോഡീകരിച്ചിട്ട് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ അധ്യാത്മ ഗുരു എന്ന് പറഞ്ഞൊരു വിഭാഗം, അതൊന്ന് എടുത്ത് വായിക്കാനെങ്കിലും ഈ ആൾദൈവം എന്ന് ആരോപിക്കുന്നവർ തയ്യാറായാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യം ഉപനിഷത്തുകൾ എടുത്താൽ തത്വമസി മഹാവാക്യ ഉപദേശം ചാന്തോക്യ ഉപനിഷത്ത് നടത്തുന്നുണ്ട്. എല്ലാം പഠിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഹങ്കാര വിജൃംഭിതനായി വീട്ടിൽ തിരിച്ചു വരുന്ന മകനോട് അച്ഛൻ ചോദിക്കുകയാണ്, ഏനാശ്രുതം ശ്രുതം ഭവത്യമതം മതം അവിജ്ഞാതം വിജ്ഞാതമിതി. ഏതൊന്ന് അറിഞ്ഞാൽ മറ്റൊന്ന് അറിയേണ്ടതില്ലയോ, ഏതൊന്ന് കേട്ടാൽ മറ്റൊന്ന് കേൾക്കേണ്ടതില്ലയോ, ആ അറിവ് നിനക്ക് ലഭിച്ചുവോ എന്ന് ചോദിക്കുകയാണ്. കുട്ടി പരിങ്ങിയപ്പോൾ അച്ഛൻ തന്നെ ഉപദേശിക്കാൻ തയ്യാറാവുകയാണ്. ആ അറിവ് നീ തന്നെയാകുന്നു, നിന്റെ ഉണ്മയാകുന്നു, നിന്റെ ബോധമാകുന്നു എന്നാണ്. അപ്പം തന്റെ തന്നെ ബോധസത്തയെ ഉണർത്തിയ, താൻ ബോധസ്വരൂപനാണെന്ന് അറിഞ്ഞ ഒരു മഹാത്മാവ് ബോധ ചൈതന്യം തന്നെയാണ്, എല്ലാറ്റിനുമുള്ളത് താൻ തന്നെ അവൻ അറിയുന്നു. ഇതേ വിഷയത്തെ പറ്റിയിട്ട് അമ്മയുടെ ജീവിതം എടുത്താൽ അറിയാം. അമ്മ 24 മണിക്കൂറും അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു മഹാത്മാവാണ്. അമ്മയുടെ അടുത്ത് വരുന്ന ആളുടെ ജാതിയോ രാഷ്ട്രീയമോ മതമോ സാമ്പത്തിക പരിഗണനയോ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടി 24 മണിക്കൂർ അമ്മ ചെലവഴിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന അദ്വൈത സത്യമാണ് അമ്മ. അപ്പൊ അമ്മയെ ആൾദൈവം എന്ന് വിളിക്കുന്നവൻ അത്രത്തോളം ശാസ്ത്രജ്ഞാനം ഇല്ലാത്തവനായിരിക്കും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വരം. 9-ാമത്തെ അധ്യായത്തിൽ, ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണ്. ഇതിൽ ഭഗവാൻ പറയുന്നത്, എന്നെ ഒരു മനുഷ്യ ശരീരം ഉള്ളത് കൊണ്ട് വിഡ്ഢികളായ മനുഷ്യർ കരുതുന്നു ഞാൻ കേവലം ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എന്നെ അത് പറഞ്ഞ് അവഹേളിക്കുന്നു. ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ പരിഭവം കുറുവന്തി എന്ന് പറയുന്നു. അതായത് ആളുകൾ പരിഭവം പറയുന്നു, ഇത് വെറും ഒരു മനുഷ്യനാണല്ലോ, എന്നെ പോലെ തന്നെ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആൾ ദൈവം എന്ന് വിളിച്ച് കളിയാക്കും. അന്ന് കാലത്തെ ഉണ്ടെന്ന് മനസ്സിലാക്കും. ശ്രീകൃഷ്ണൻ പറയുകയാണ്, എന്റെ പരംഭാവത്തെ പറ്റി ഇവർക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇവരിങ്ങനെ മൂഢന്മാരെ പോലെ നമ്മെ കളിയാക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ശാസ്ത്രം ശരിക്കും പഠിച്ചിട്ടുള്ള ഒരാള്, ഭാഷ്യസഹിതം ഭഗവത്ഗീതയെ സമീപിച്ചിട്ടുള്ള ഒരാൾക്ക് അമ്മയിൽ ആൾദൈവം എന്നല്ല കാണുക, അമ്മ എല്ലാറ്റിലുമുള്ള ചൈതന്യത്തെ സാക്ഷാത്കരിച്ച മഹാത്മാവായിട്ടാണ് അമ്മയെ കാണുന്നത്. അപ്പം അവതാര പൂജ അല്ലെങ്കിൽ വ്യക്തി പൂജ എന്നല്ല അതിനെ കാണേണ്ടത്. ഗുരുക്കന്മാരെല്ലാം പൂജനീയരാണ്, ഈശ്വരതുല്യ പൂജനീയരാണെന്നാണ് ഭാരതീയ സംസ്കാരം. ആരെങ്കിലും അതിന് മറച്ചു പറയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായി തന്നെ ഈശ്വരനെ സങ്കല്പിക്കാനാവും. അത് ഏത് മതം എടുത്താലും ശരി, ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും അതിലെ പ്രമാണങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവരും മനുഷ്യരൂപത്തിൽ തന്നെയാണ് ഈശ്വരനെ ആരാധിക്കുന്നത്. എല്ലാ ഖുറാനിലാണെങ്കിൽ അവൻ എന്നാണ് പരാമർശിക്കുന്നത്. അവന്റെ ഇടതുഭാഗത്ത് അവിശ്വാസികളും വലതുഭാഗത്ത് വിശ്വാസികളും ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഒരു രൂപം അവിടെ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. ഭാഷ ഉപയോഗിക്കുന്നതെയും അതുപോലെ ക്രിസ്ത്യാനികളുടെ യഹോവ അവനും ഇതുപോലെ കൽപ്പിക്കുന്നു, ശപിക്കുന്നു, ദേഷ്യം പിടിക്കുന്നു. മനുഷ്യ സഹജമായ എല്ലാ വികാരങ്ങളെയും പ്രൊജക്ട് ചെയ്ത വലിയൊരു രൂപമായിട്ടാണ് മതങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഭാരതത്തിന്റെ വ്യത്യാസം, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ സ്വപാകേച പണ്ഡിതാഹ സമദർശിനഃ. ഇപ്പോഴത്തെ കാലത്ത് വിശേഷിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പൊ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നു. ചില ഇടങ്ങളിലെല്ലാം ഭഗവത്ഗീത പ്രഭാഷണങ്ങളിൽ ടെലിവിഷൻ ചാനൽ വലിയ തുക കൊടുത്തിട്ട് സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ട് നടത്തുന്ന ചില സന്യാസിമാര്, അവര് ഭഗവത്ഗീത ശരിക്കും പഠിച്ചിട്ടുണ്ടോ സംശയം തോന്നുന്നുണ്ട്. അമ്മ എങ്ങനെ ആൾദൈവം എന്ന് വിളിക്കാൻ പറ്റും? ഏതൊരുവനാണോ വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണനിലും ആനയിലും നായയിലും നായയെ ചുട്ടു തിന്നുന്ന നീചജാതിയിൽപ്പെട്ട ചണ്ടാളനിൽ പോലും തന്റെ തന്നെ ആത്മാവിനെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നത്, പ്രേമിക്കുന്നത്, ആ മഹാത്മാവാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പൊ പണ്ഡിത ശബ്ദത്തിന്റെ അർത്ഥം പോലും നാം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. പണ്ട ആർക്കുണ്ടോ അവൻ പണ്ഡിതൻ. പണ്ട എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, അല്ലാതെ പുസ്തക പാണ്ഡിത്യല്ല. ചിലര് 2-3 വർഷം ഏതെങ്കിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മിഷന്റെ കൂടെ നിന്നുകൊണ്ട് അല്പം ഗീതയൊക്കെ വശമാക്കും. പക്ഷെ ഭാഷ്യത്തിന്റെ മർമ്മം ഗ്രഹിച്ച ഒരാൾക്ക് അമ്മയിലെ മഹത്വം കാണാതെ പോകാൻ സാധിക്കില്ല. അപ്പൊ ആരെങ്കിലും ആൾദൈവം എന്ന് പറയുന്നുണ്ടോ, അത് ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ പരിശോധിക്കാതെ പറ്റുന്ന അബദ്ധമാണ്. ആ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ പൊതുജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് ഈ നമ്മുടെ പരമ്പരാഗതമായ ക്ഷേത്ര സമ്പ്രദായത്തിന് വിരുദ്ധമായി തീർത്തും അശാസ്ത്രീയമായാണ് അമ്മ ഈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പല ചാനലുകളും മറ്റുമായി നമ്മുടെ സന്ദീപാനന്ദഗിരി പറയുകയുണ്ടായി. അതേക്കുറിച്ച് ചിന്മയ മിഷൻ വിട്ടുപോയ സ്വാമി സന്ദീപാനന്ദഗിരി, അതെ അതെ, അദ്ദേഹം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു. അതെ, സ്വാമി സന്ദീപാനന്ദഗിരി
പാരമ്പര്യത്തിന് വിരുദ്ധമായി ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചതിനാണ് അദ്ദേഹം കുപിതനായിരിക്കുന്നത്. ഈ വാർത്ത ഭക്തന്മാർ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷേ തന്ത്രശാസ്ത്രത്തെ പറ്റി, ആഗമ ശാസ്ത്രത്തെ പറ്റി യാതൊന്നും അറിവില്ലാത്ത ആളാണ് സ്വാമി സന്ദീപാനന്ദഗിരി. അങ്ങനെ അദ്ദേഹത്തിന് അറിയാമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഏത് വേദിയിലും അദ്ദേഹം പറയുന്ന വേദിയിൽ തന്ത്രശാസ്ത്രത്തെ പറ്റി ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അറിവ് കുറവാണെന്നാണ് കാണിക്കുന്നത്. കുട്ടികൾ, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ അച്ഛനോടും അമ്മയോടൊക്കെ തർക്കിക്കും പല കാര്യത്തിലും. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ കുറെ കൂടെ തർക്കിക്കുമ്പോൾ നീ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് പുറത്ത് തട്ടിവിടും. അതിന്റെ അർത്ഥം അച്ഛനും അമ്മയ്ക്ക് അറിയില്ല എന്നല്ല, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ ബാലിശനാണ്, കുട്ടികളെ പോലെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം ദേവി മഹാത്മ്യത്തില് ദേവിയെ പ്രകീർത്തിക്കുന്നിടത്ത് ദേവൻ ഋഷിമാരൊരു സ്തുതി ചൊല്ലുന്നുണ്ട്. അതിൽ പറയാണ്, ദുർവൃത്ത വൃത്ത ശമനം തവ ദേവി ശീലം. ദേവി ദുർവൃത്തന്മാരുടെ, ഇപ്പൊ സന്ദീപാനന്ദയെ പോലുള്ള ദുർവൃത്തന്മാരുടെ പ്രവൃത്തികളെ, ദുരാചാരങ്ങളെ, ആ പ്രവൃത്തികളെ ശമിപ്പിക്കുന്നതാണ് ദേവിയുടെ ശീലം. അമ്മ സാക്ഷാൽ പരാശക്തിയുടെ അവതാരമായി തന്നെയാണ് നാം എല്ലാം മാനിക്കുന്നത്. അമ്മ ഈ ദുർവൃത്തന്മാർക്ക് സദ്ബുദ്ധി കൊടുക്കണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കൂ. ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തെ പറ്റി പറയാം. ശിവകുടുംബ സങ്കല്പമാണ് അമ്മ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളോട് വെച്ചിരിക്കുന്നത്. ശിവകുടുംബ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളകരമായ കുടുംബ സങ്കല്പത്തെ പറ്റി നമുക്ക് ഭാരതീയർക്കൂടെ ഏറ്റവും പുരാതന സങ്കല്പമാണ് പരമേശ്വരനും പാർവതി ദേവിയും ഗണപതിയും സുബ്രഹ്മണ്യമുള്ള ശിവകുടുംബം. ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, സന്ദീപാനന്ദഗിരി പറഞ്ഞു അത്രേ, എന്തിനാണ് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കൂടിയ 4 വാതില്, ഒരു വാതിൽ കൂടെ അങ്ങോട്ട് കയറിയാൽ പോരെ. പക്ഷെ സന്ദീപാനന്ദഗിരി മനസ്സിലാക്കേണ്ടത്, അച്ഛനും അമ്മയും മക്കളും എന്ന് പറയുന്ന ഭേദം ഒഴിവാക്കാൻ തന്നെയാണ് ഒരു ശിലയിൽ അമ്മ പ്രതിഷ്ഠിച്ചത്. ഇത് 4 ദിക്കിലൂടെ കാണുന്ന ഒരേ കല്ലിനെ തന്നെയാണ്. ഈ ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നിങ്ങനെയുള്ള പ്രമാണവാക്യങ്ങളുടെ ഏതൊരു സത്യത്തെ പല വിധത്തിൽ ദർശിക്കുന്നുവോ, പല വിധത്തിൽ സമീപിക്കാമോ, അതേ സത്യത്തെയാണോ. അതുകൊണ്ടാണ് ബ്രഹ്മസ്ഥാനം പേരിട്ടത്. ഇത് കേവലം ശിവക്ഷേത്രമെന്നോ ദേവീക്ഷേത്രമെന്നോ അല്ല അമ്മ പേരിട്ടത്. ബ്രഹ്മസ്ഥാനം എന്താണ്? ഏറ്റവും പരമമായ ആ ആത്മസ്വരൂപത്തിനെ ആ വിചാരമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ചവിട്ടുപടിയായിട്ടാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ ഉപാധി. രണ്ട്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പല ഗ്രഹദോഷങ്ങൾ വരുമ്പോൾ, ശനിദോഷമായാലും രാഹുദോഷമായാലും, അതിനൊക്കെ അവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ട് കൂടിയാണ് ഈ ക്ഷേത്രം വെച്ചിരിക്കുന്നത്. ഇതിന് തന്ത്രശാസ്ത്ര പ്രമാണമില്ല, പാരമ്പര്യമില്ല എന്ന് പറയുന്ന സന്ദീപാനന്ദയ്ക്ക് യാതൊരു പിൻബലവും കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ശാരദാ തിലകത്തിലോ രാജരാജേശ്വരി കൽപ്പത്തിലോ പരശുരാമ കൽപ്പസൂത്രത്തിലോ തന്ത്രത്തിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ സന്ദീപാനന്ദഗിരി ഇതുവരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ട് അറിവില്ല. പിന്നെ അമ്മ കൊടുങ്ങല്ലൂർ ആദ്യത്തെ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവിടെ ആരായിരുന്നു അമ്മയ്ക്ക് പരികർമ്മം ചെയ്തുകൊണ്ട് അമ്മയോട് കൂടെ ഉണ്ടായിരുന്നത്? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ താന്ത്രികനായിരിക്കുന്ന മാധവ്ജിയാണ്. അമ്മയ്ക്ക് വേണ്ടി പരികർമ്മം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും മാനിക്കപ്പെടുന്ന മാധവ്ജിയാണ്. മാധവ്ജി ചൂണ്ടിക്കാണിക്കാത്ത ഒരു കാര്യമാണോ 1-2 വർഷം ഭഗവത്ഗീത പഠിച്ച് അതുകൊണ്ട് വിറ്റ് കാശാക്കി നടക്കുന്ന സന്ദീപാനന്ദഗിരി പറയുന്നു? അതുകൊണ്ട് സന്ദീപാനന്ദഗിരിയോട് മറുപടി പറഞ്ഞ സമയം കളയുന്നതിലും നല്ലത് അത്രയും നേരം കൂടി ഭക്തന്മാർ ജപിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഇത് പറയേണ്ടി വരുന്നത് ഒരുപാട് ഭക്തന്മാരെ ഇത് വേദനിപ്പിക്കുന്നു. ഇനി ഭക്തന്മാരല്ലാത്ത ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ സന്ദീപാനന്ദഗിരിക്ക് കഴിയുന്നു. ആ ആശയക്കുഴപ്പത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തന്ത്രശാസ്ത്ര വിശാരദന്മാരായിട്ടുള്ള മാധവ്ജിയെ പോലുള്ള ആളുകളാണ് അമ്മയ്ക്ക് ചുറ്റും കൊടുങ്ങല്ലൂർ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തുമ്പോൾ ആദ്യത്തെ പ്രതിഷ്ഠയാണ്. അവരാണ് പരികർമ്മം കലശ പൂജയൊക്കെ ചെയ്തത് മാധവ്ജിയാണ്. അപ്പൊ മാധവ്ജിയെ പോലെ തന്ത്രശാസ്ത്രത്തെ ഇത്രയും ആഴത്തിൽ പോയിട്ടുള്ള ഒരാള് അന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതല്ല ഇതിൽ പ്രമാണമില്ലെങ്കിൽ. അപ്പൊ ഇതിന് പ്രമാണമുണ്ട്. 100% ഈ പ്രതിഷ്ഠ വളരെ ശക്തമായ ഒരു പ്രതിഷ്ഠയാണ്. കാരണം നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തെ അമ്മ ഒരു ബിംബത്തിലൂടെ, ഒരു പ്രതീകത്തിലൂടെ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. മൂന്നാമത് പറയാനുള്ള കാര്യം, ഈ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ ശാസ്ത്രീയമല്ലെന്ന് പറയുന്നതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ പിന്നെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ചില വികാരങ്ങളുണ്ട്. അമ്മ ഈ ക്ഷേത്രത്തിൽ അബ്രാഹ്മണരെയും സ്ത്രീകളെയും പൂജ പഠിപ്പിച്ച് സ്ത്രീകളെയും പൂജയ്ക്ക് ഇരുത്തി. ഇത് പൂർവ്വകാലങ്ങളിൽ അധികം ചെയ്ത് പരിചയമില്ലാത്ത കാര്യമാണ്. പണ്ട് കാലത്ത് ഋഷിണിമാരുണ്ടായിരുന്നു. പക്ഷെ ക്ഷേത്ര പൂജയ്ക്ക് വേണ്ടി തന്ത്രശാസ്ത്രം പഠിച്ചുകൊണ്ട് പൂജാരിണിമാരെ, സ്ത്രീകളെ പൂജയ്ക്ക് അമ്മ ഏർപ്പാടാക്കി. ഇതൊരു വലിയ വിപ്ലവമായിരുന്നു കേരളത്തെ സംബന്ധിച്ചു. കേരളത്തിൽ വിപ്ലവം പ്രസംഗിക്കുക എന്നല്ലാതെ വിപ്ലവം പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആളെ ജീവിച്ചിരിപ്പുള്ളത് അമ്മയാണ്. എല്ലാവർക്കും ടെലിവിഷൻ ചാനലിന് മുന്നിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ താല്പര്യമാണ്. എന്നാൽ വിപ്ലവം സ്വന്തം ജീവിതത്തിലൂടെ അനേക കോടികളുടെ മനസ്സിൽ വരുത്തുന്ന ലോകത്തെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന ശക്തമായ ബിംബമാണ് അമ്മയുടെ ഈ മാതൃബിംബം. പിന്നെ ഇതിന്റെ അപ്പുറത്ത് വേറൊന്ന് പറയാനുള്ളത്, ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളാണ് സർവേശ്വരി പൂജ. കേരളത്തിൽ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം ഒരു വ്യക്തി അവനവന്റെ ദോഷം ഇല്ലാതാക്കാൻ അവനവൻ തന്നെ പൂജിക്കുന്ന, സ്വയം പൂജകനാകുന്ന, സ്വയം അർച്ചകനാകുന്ന ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ്
അമ്മയുടെ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ നൽകിയത്. അതുവരെ നമ്മൾ എന്താ ചെയ്യുക? വഴിപാട് കൗണ്ടറിൽ പോകും, വഴിപാടിന് കാശടയ്ക്കും, പൂജകർ അത് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ അവകാശം പോലുമില്ല. എന്നാൽ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിൽ രാഹുദോഷ പൂജയായാലും ശനിദോഷ പൂജയായാലും നമ്മൾ തന്നെ വരുന്നു, നമ്മൾ തന്നെ ഇരിക്കുന്നു, നാം തന്നെ ചെയ്യുന്നു, നാം തന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആത്മാർത്ഥത ഒരു പൂജകൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ വിഭാവനം തന്നെ കേരളത്തിൽ വലിയൊരു വിപ്ലവമാണ്. പിന്നെ പാരമ്പര്യത്തെ പറ്റി പറയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ അനേകം സ്ഥലങ്ങളിൽ ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയുടെ സമയത്ത് അതുവരെ ബ്രാഹ്മണർ ചെയ്തിരുന്ന കർമ്മം ഒരു ഈഴവൻ ചെയ്തതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഈഴവ ശിവൻ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ബ്രാഹ്മണ ശിവൻ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഈഴവ ശിവനാണ് എന്ന് അദ്ദേഹം പറയുന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, ഇത് ബ്രാഹ്മണ ശിവൻ അല്ലല്ലോ, ഇത് ഏകവും അദ്വിതീയമായ സത്യത്തിന്റെ പ്രതീകമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അതിന് പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. മുമ്പ് കാലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ആളുകൾ മറ്റുള്ള ആളുകളാണ്. പക്ഷെ അതിനെ പാരമ്പര്യത്തെ ഉല്ലംഘിക്കലാണ് പാരമ്പര്യങ്ങളുടെ ലക്ഷ്യം. ഈ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഏണിയും പിന്നെ ഒരു കാലത്ത് കെണിയുമാണ്. അതുകൊണ്ട് തന്നെ വേദം പോലും പറയുന്നു നിർവേദോ ഭവ. ഈ പാരമ്പര്യത്തെ മാനിച്ചുകൊണ്ട് അതിലൂടെ പോയി കഴിഞ്ഞാൽ അതിനെ അതിക്രമിക്കാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയാണ് മഹാത്മാക്കൾ അവതാരം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് അവസാനം എന്ത് ചെയ്തു? കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഈ കണ്ണാടി പ്രതിഷ്ഠ സന്ദീപാനന്ദഗിരി മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്രഹ്മസ്ഥാനത്തെ കളിയാക്കുന്നുണ്ടെങ്കിൽ കണ്ണാടി പ്രതിഷ്ഠയുടെ തത്വത്തെ ചോദിക്കുകയാണ്. ബ്രഹ്മസ്ഥാനം ഉദ്ദേശിക്കുന്നതും അതേ ഏകത്വത്തിലേക്കുള്ള നാനാത്വത്തിലൂടെ ഏകത്വത്തിലുള്ള വഴിയാണ്. കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് രണ്ടർത്ഥം പറയാം. ഒന്ന്, ശങ്കരാചാര്യ സ്വാമികൾ വിശ്വത്തെ മുഴുവൻ ഒരു കണ്ണാടിയിലൂടെ കാണുന്ന മാതിരിയാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം എന്ന് പറയുന്നത്. രണ്ടാമത്, നാരായണ ഗുരുദേവന്റെ തന്നെ ദൈവദശകത്തിൽ പറയുന്നു, നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമായി. ദൃക്ക് കണ്ണാടിയാണ്. കണ്ണാടി പോലെ ഈശ്വരനിൽ ഒന്നിലും ഒട്ടാതെ നിശ്ചലമായി നിൽക്കാനുള്ള കഴിവിനെയാണ് കണ്ണാടി പ്രതിഷ്ഠ കാണിക്കുന്നത്. നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയുള്ള ആത്മസ്വരൂപ വിചാര മാർഗത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് കണ്ണാടി വെച്ചത്. അതുപോലെ ക്ഷേത്രങ്ങൾ കണ്ണാടി പ്രതിഷ്ഠയില്ലായിരുന്നുവല്ലോ. അപ്പൊ പാരമ്പര്യത്തെ ഉല്ലംഘിക്കാൻ ഒരു കൂട്ടർക്ക് മാത്രമേ അധികാരമുള്ളൂ, അത് മഹാത്മാക്കളാണ്. അത്തരത്തിൽപ്പെട്ട ആ ഋഷി പരമ്പരയിൽപ്പെട്ട ഒരു മഹാപുരുഷനാണ്, മഹാത്മാവാണ് അമ്മ. അതുകൊണ്ട് അമ്മ ചെയ്യുന്നതിന്റെ പ്രമാണം അമ്മ തന്നെയാണ്. സ്വയം അഹിന്യ പ്രതിഷ്ഠിത. അവർ സ്വന്തം മഹിമയിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല അമ്മ ഇവിടെ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നാരായണ ഗുരുദേവനും പൂർവ്വ മാതൃകകൾ ഇല്ലാഞ്ഞിട്ട് പോലും കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന കാര്യം വിസ്മരിക്കുന്നു സൗകര്യപൂർവ്വം. അപ്പൊ ആവശ്യമുള്ളിടത്ത് നാരായണ ഗുരുസ്വാമികളെ ഉപയോഗിക്കുകയും ഇല്ലാത്ത സമയത്ത് പറയാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അമ്മയെ വിമർശിക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന് മറുപടിയില്ല. അല്ല, വിമർശനം ഒരു സാധകന്റെ മനസ്സിലുണ്ടാകുന്ന സംശയമാണെങ്കിൽ ആ സാധകർക്ക് വേണ്ടിയാണ് നാം ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് വ്യക്തമാണെന്ന് കരുതട്ടെ. അങ്ങ് ഇപ്പൊ പറഞ്ഞ ഉത്തരത്തിന് ആദ്യ ഭാഗത്ത് വിഗ്രഹത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്നതിന് പ്രതീകമായിട്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ഈ ഏകത്വത്തെ ദർശിക്കാൻ കഴിയാതെ പുറം ഭാഗത്തുള്ള വാതിലുകൾ മാത്രമേ കാണാൻ അത്ര ആഴത്തിൽ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. സാധകർ അങ്ങനെ മനസ്സിലാക്കുന്നതാണ് സന്തോഷം. അമ്മയുടെ ആശ്രമം വെറും ഒരു ഭക്തി പ്രസ്ഥാനമാണെന്നും അവിടെ സന്യാസാശ്രമങ്ങൾക്ക് ചേർന്ന ശാസ്ത്ര പഠനം ഇല്ല എന്നും വെറും സേവയും മറ്റൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ഈ സന്ദീപാനന്ദഗിരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് അങ്ങനെ എന്താണ് പറയുന്നത്? ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ, വളരെ ലളിതമാണ്. ശൃംഗേരി മഠത്തിന്റെ കീഴിൽ, ശൃംഗേരിയിലുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ മഠത്തിന് കീഴിലാണ് തെക്കേ ഇന്ത്യയിലുള്ള ആളുകൾ, ദക്ഷിണ ഭാരതത്തിലെ ആളുകൾ സന്യാസം എടുക്കുന്നത്. അപ്പോ ആ ബ്രഹ്മചര്യ ദീക്ഷ ലഭിക്കുമ്പോൾ നമ്മുടെ പേരിന്റെ കൂടെ ചൈതന്യ എന്നൊരു നാമം കൂടി ചെയ്യും. ഉദാഹരണത്തിന് ഒരാള് സന്ദീപ് എന്ന ആള് സന്ദീപ് ചൈതന്യ എന്നൊരു പേര് ഗുരു കൊടുത്തേക്കാം. സന്ദീപ് ചൈതന്യ എന്നൊരു പേര് വരുന്നത് ശൃംഗേരി മഠത്തിന് കീഴിലാണ് ഈ വ്യക്തി വരുന്നത് എന്നുള്ള ഐഡന്റിറ്റി കാർഡാണ്. പണ്ട് കാലത്തെ ഒരു സൂക്ഷ്മമായ രീതിയാണ്. ഈ ചൈതന്യ നാമം സന്യാസം സ്വീകരിക്കുമ്പോൾ ആ മഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് അഗ്നിയുടെ നിറമായ കാവ്യ വസ്ത്രം സ്വീകരിക്കുമ്പോൾ പുരി, ഭാരതി, സരസ്വതി ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒന്നാണ് പേരിനോടൊപ്പം വരിക. അപ്പൊ സന്ദീപ് ചൈതന്യ സന്യാസിയാവുമ്പോൾ സന്ദീപാനന്ദ പുരിയോ, സന്ദീപാനന്ദ ഭാരതിയോ, സന്ദീപാനന്ദ സരസ്വതിയോ ആകേണ്ടതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ അന്ന് ചിന്മയാമിഷനിലുള്ള ഗുരുവിന്റെ പേര് ചിന്മയാനന്ദ സരസ്വതി എന്നാണ്. പക്ഷേ സന്ദീപ് ചൈതന്യ മാത്രം സന്ദീപാനന്ദ ഗിരിയെ. നമ്മൾ പണ്ട് പറയും കോഴിമുട്ട വിരിയാൻ വെച്ചിട്ട് വിരിഞ്ഞു വന്നത് മൂർഖൻ പാമ്പാണ്, പണ്ടങ്ങനെ പറയാറ്. അപ്പൊ അതുപോലെ സന്ദീപാനന്ദ ഗിരി തന്നെ പാരമ്പര്യത്തെ ഒട്ടും മാനിക്കാത്ത ആളാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പാരമ്പര്യത്തോട് എന്തെങ്കിലും മാനം കാണിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ആശ്രമത്തിൽ നിന്ന് രായ്ക്കു രാമാനം അദ്ദേഹം പുറത്ത് ചാടുകയില്ലായിരുന്നു വഞ്ചിച്ചുകൊണ്ട്. മാത്രവുമല്ല ആ പരമ്പരയെ മൊത്തം അവഹേളിച്ചുകൊണ്ട് തീർത്തും വിരുദ്ധമായ മറ്റൊരു പരമ്പരയിൽ ചേക്കേറുകയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ പറയും മറ്റൊരു പരമ്പരയിൽ ചേരുന്നതിന് വിരോധമില്ല, എങ്കിൽ
ഈ അമ്മ പ്രതിഷ്ഠിക്കുന്നതിന് വിരോധമില്ല. കാരണം നിങ്ങൾക്ക് പാരമ്പര്യത്തെ ഒരു ജ്ഞാനവും ഇല്ലാതെ ലംഘിക്കാമെങ്കിൽ പൂർണ്ണ ജ്ഞാനസ്വരൂപിണിയെ അമ്മയ്ക്ക് എന്തുകൊണ്ട് ലംഘിച്ചുകൂടാ? മഹാജന ഏനഗതാ സബന്ധ. മഹാഭാരതം പറയുന്നു, വ്യാസാചാര്യർ പറയാണ്, മഹാത്മാക്കൾ ഏതു വഴിയെ പോയോ അതാണ് വഴി. അപ്പൊ മഹാത്മാക്കൾ വഴി വെട്ടി തുറക്കുന്നവരാണ്, പോയ വഴിയെ പോകുന്നവരല്ല. എന്നാൽ താങ്കൾ സന്ദീപാനന്ദഗിരി ചെയ്തത് സ്വന്തം സന്യാസാശ്രമത്തെ അപമാനിച്ചുകൊണ്ട് ആ രീതിയെല്ലാം വിട്ടുകൊണ്ട് മറ്റൊരിടത്ത് പോയിട്ട് ചേക്കുകയാണ് ചെയ്തത്. അപ്പൊ സന്ദീപാനന്ദഗിരിയുടെ തന്നെ സന്യാസം ചോദ്യചിഹ്നമാണ്. അത് പാരമ്പര്യ വിരുദ്ധമാണ്. അതിന് സമ്പ്രദായമില്ല. അസമ്പ്രദായ മൂർഖവത് ഉപേക്ഷണീയം എന്നാ പറഞ്ഞിരിക്കുന്നത്. സമ്പ്രദായത്തിലല്ലാതെ പഠിച്ചവനെ, സമ്പ്രദായത്തിൽ വരാത്തവനെ വിഡ്ഢിയായിട്ട് കണക്കാക്കണമെന്നാണ്. അപ്പൊ സന്ദീപാനന്ദഗിരിയുടെ പരാമർശങ്ങൾ അത്ര ഗൗരവത്തിലെടുത്താൽ മതി. പിന്നെ ആശ്രമം വെറും ഒരു ഭക്തി പ്രസ്ഥാനമാണെന്നും സന്യാസാശ്രമം അല്ലെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഭാരതത്തിന്റെ ചരിത്രം എടുത്താൽ ഭാരതം എപ്പോഴൊക്കെ വിദേശീയ അടിമത്തത്തിന് കീഴിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭക്തി പ്രസ്ഥാനങ്ങളാണ് ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസ 1836 ജനിച്ച അദ്ദേഹം വിഗ്രഹാരാധന തെറ്റാണെന്നും ഭക്തി വെറും ഭ്രാന്താണെന്നും ക്രിസ്തീയ പുരോഹിതന്മാർ പറഞ്ഞു നടന്ന കാലത്ത് അതേ വിഗ്രഹത്തിലൂടെ തന്നെ സാക്ഷാത്കാരം നേടി കാണിച്ചു കൊടുത്തു. ഭക്തി പ്രസ്ഥാനത്തിന്റെ ശക്തി വളരെ വലുതാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്, മുക്തി നേടാൻ ഉപകരിക്കുന്ന സാമഗ്രികളിൽ ഏറ്റവും മുഖ്യമായത് ഭക്തിയാണ്. അപ്പൊ ഭക്തിയുടെ രസം ഒരിക്കലെങ്കിലും ഒന്ന് ഈശ്വരനെ ഉള്ളറിഞ്ഞ് വിളിച്ചാൽ മാത്രമേ ആ ഭക്തിയുടെ രസം അറിയൂ. സന്ദീപാനന്ദഗിരിക്ക് അത് സാധിക്കില്ല. കാരണം ഒരു ഗുരുവിന്റെ കീഴിൽ നിൽക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അസഹ്യമാണ്. കാരണം സ്വന്തം അഹങ്കാരത്തിന്റെ ഭാരം കൊണ്ട് വഴിതെറ്റി നടക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വന്തം അഹങ്കാരം ഗുരുവിന് മുമ്പിൽ അടിയറ വെക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ഭാരമുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാരമ്പര്യത്തെ ലംഘിക്കുന്നു. അദ്ദേഹം പാരമ്പര്യത്തെ ലംഘിക്കുന്നത് ജ്ഞാനം കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് അമ്മയുടെ ആശ്രമത്തിൽ അമ്മ ആർക്കും നേരിട്ട് സന്യാസം കൊടുക്കുന്നില്ല. കാരണം അമ്മ ഒരു അത്യാശ്രമിയാണ്, അല്ലെങ്കിൽ ഒരു അതിവർണാശ്രമിയാണ്. സന്യാസം പോലും ഒരു വർണ്ണാശ്രമ ധർമ്മമാണ്. ഇപ്പോ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 വർണ്ണാശ്രമ ധർമ്മങ്ങളാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് അപ്പുറം കടന്ന മഹാത്മാവ് അതിവർണാശ്രമി അല്ലെങ്കിൽ അത്യാശ്രമി എന്നറിയപ്പെടുന്നു. രമണ മഹർഷി, ഇവരെല്ലാം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. നിസർഗദത്ത മഹാരാജ്, ഇവരെല്ലാം ഇതിന്റെ അപ്പുറത്ത് കിടന്നവരാണ്. അവരെ നമുക്കൊരു രാമകൃഷ്ണ പരമഹംസ സന്യാസത്തിന്റെ മാഹിര്യങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരിടത്ത്, എന്റെ വെള്ളം കൊണ്ടും ചുവന്ന കരയും കണ്ടിട്ട് ചില സന്യാസിമാർ ചോദിക്കുന്നു, ഇത് എന്ത് തരം സന്യാസിയാണ് അപ്പ? അനുഭവത്തിന്റെ അങ്ങേ അറ്റത്തെ കൊടുമുടിയിൽ വിരാജിച്ചിരുന്ന രാമകൃഷ്ണ പരമഹംസർ പോലും കളിയാക്കപ്പെട്ടിരുന്നു ഈ നാട്ടിൽ. അത് മനസ്സിലാക്കുക. ഇപ്പൊ സന്ദീപാനന്ദഗിരിയെ പോലുള്ള വിഡ്ഢികൾ, ദുർവൃത്തന്മാർ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്ര പാണ്ഡിത്യൊന്നും വേണ്ടത്രയില്ല, ഉദരനിമിത്തമായി വേഷം കെട്ടിയ പലരുമുണ്ട്. അപ്പോ അമ്മയുടെ ആശ്രമം ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഭക്തി പ്രസ്ഥാനം അല്ലെ ലോകത്തിൽ ഇത്രയും അധികം ഈ ഹൈന്ദവ സംസ്കാരത്തെ ഇത്രയധികം പുഷ്ടിപ്പെടുത്തിയത് ഭക്തി പ്രസ്ഥാനങ്ങളാണ്. മീരാബായിയുടെ ആണെങ്കിലും കബീർദാസിന്റെ ആണെങ്കിലും തുളസീദാസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസർ, ചൈതന്യ മഹാപ്രഭു, ഇവരെല്ലാം ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരുന്നു. പക്ഷേ ഒരിക്കൽ രമണ മഹർഷിയോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രമണ മഹർഷിയാണ് ലോകത്ത് വിചാരമാർഗത്തെ, അദ്വൈത സത്യത്തെ തേടാനുള്ള വിചാരമാർഗത്തെ, സൂക്ഷ്മമായ വിചാരമാർഗത്തെ ഏറ്റവും ലളിതമായി വ്യാഖ്യാനിച്ചാണ് സ്വന്തം അനുഭവത്തിലൂടെ. TMP മഹാദേവൻ എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതൻ പറയും, ബ്രഹ്മം എന്നൊരു വാക്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആളാണ് രമണ മഹർഷി എന്ന് പറയും. ആ രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഭക്തിയെ പറ്റി ചോദിച്ചു. മഹർഷി പറഞ്ഞു, ഭക്തി ജ്ഞാനമാതാവാണ്. ഭക്തി പരിപൂർണമാകുമ്പോൾ അത് ജ്ഞാനത്തെ പ്രസവിക്കും. ഭക്തിയെ ഇല്ലാത്ത ഒരാൾ താൻ ജ്ഞാനിയാണെന്ന് നടിക്കുന്നതിന് എന്ത് പറയും? അത് അഹങ്കാരത്തിന്റെ വെറും ഒരു കെട്ടുകാഴ്ച മാത്രമാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകളോട് മറുപടി പറയുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം അവർ ബാലിശ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വയം പാരമ്പര്യത്തെ നിന്ദിച്ചുകൊണ്ടും സ്വയം ഒരു ഭക്തനല്ലാതിരുന്നുകൊണ്ടും ഒരിക്കൽ പോലും കണ്ണീറനണിഞ്ഞ് ജപിച്ചുകൊണ്ട് പോലും ചെയ്യാത്ത ആളുകളാണ്. രാമകൃഷ്ണ പരമഹംസരുടെ വചനാമൃതവും രമണ മഹർഷിയുടെ ലെറ്റേഴ്സ് ഫ്രം രമണാശ്രമവും ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അതിന്റെ സൂക്ഷ്മമായ സത്ത പിടികിട്ടും. ഭക്തി ആർക്കും തള്ളിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മ പറയുന്നത് ഭക്തി ആദ്യാവസാനക്കാരിയാണെന്നാണ്. ഭക്തി ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. രമണ മഹർഷി പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പഴനി സ്വാമിയെ കൊണ്ട്, അദ്ദേഹം മലയാളിയാണ്, പഴനി സ്വാമിയെ കൊണ്ട് രാമായണം വായിപ്പിക്കുമായിരുന്നു. രാമായണം തുറന്നു വെച്ച് വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും മഹർഷി കണ്ണീരിൽ കഴുത്ത് കുളിക്കും. മഹർഷി പറയും, നിർത്തൂ നിർത്തൂ, മതി മതി. എന്താ കാരണം? അപ്പോഴാണ് പഴനിസ്വാമി മനസ്സിലാക്കുന്നത് ഇത്രയും വിചാരമാർഗത്തിൽ നിശ്ചലനായിരിക്കുന്ന മുരുകനാഥ സ്വാമി പറയാറുണ്ട്, മലയെ മുഴുങ്ങിനോണ്ട്. വലിയ മഴ, തിരുവണ്ണാമല വന്നായിട്ട് വിഴുങ്ങിയിട്ട് ഉണ്ടാതിരിക്കുകയാണ്. അത്രയും വലിയ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ അങ്ങേ തലക്കിരിക്കുന്ന മഹർഷി പോലും രാമായണത്തിൽ ഒരല്പം രാമശബ്ദം കേൾക്കുമ്പോൾ കരയുകയാണ്. ആ ഭക്തിയുടെ അവസ്ഥയെ സന്ദീപാനന്ദഗിരിക്ക് എങ്ങനെ മനസ്സിലാവും? പണ്ട് നമ്മുടെ നാട്ടിൽ പറയും, കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി, അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇത്
അമ്മ അത്യാശ്രമി ആയതുകൊണ്ട്, രമണ മഹർഷിയെ പോലെ അത്യാശ്രമി അല്ലെങ്കിൽ അതിവർണാശ്രമി ആയതുകൊണ്ട് അമ്മ നേരിട്ട് സന്യാസം കൊടുക്കാറില്ല. ഒരു സന്യാസിക്കാണ് മറ്റൊരു സന്യാസി സന്യാസം കൊടുക്കാനുള്ള അവകാശം. ആദ്യമായിട്ട് നമ്മുടെ ആശ്രമത്തിൽ സന്യാസ ദീക്ഷ നേടുന്നത് പൂജനീയ സ്വാമി അമൃത സ്വരൂപാനന്ദ മഹാരാജാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പരമ്പരയിലേക്ക് അമ്മയുടെ സന്യാസിമാരെ ഇണക്കി ചേർക്കുക ചെയ്തു. അമ്മയായിട്ട് സന്യാസം ആർക്കും കൊടുത്തിട്ടില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവന്റെ ശിഷ്യനായിരിക്കുന്ന ആ പരമ്പരയിലുള്ള ധ്രുവാനന്ദ സ്വാമി മഹാരാജാണ് നമ്മുടെ ആശ്രമത്തിൽ അമൃത സ്വരൂപാനന്ദ മഹാരാജന് സന്യാസം കൊടുത്തത്. അപ്പൊ ആ ചടങ്ങിൽ അമ്മ സാക്ഷിയായി നിന്നു എന്ന് മാത്രവുമല്ല അമ്മ അവരുടെ എല്ലാം ശിക്ഷാഗുരുവാണ്, ദീക്ഷാഗുരുവല്ല. സന്യാസത്തെ സംബന്ധിച്ച് അമ്മ അനേക കോടി ഭക്തന്മാരെ, ഗൃഹസ്ഥന്മാരെന്നോ സന്യാസിയെന്നോ വേർതിരിക്കാതെ അവരുടെ എല്ലാം അമ്മയാണ്. ബുദ്ധമതത്തിൽ ഒരു വലിയ സങ്കല്പമുണ്ട്. ബുദ്ധമതത്തിന്റെ ഒരു ശാഖയിൽ അവരുടെ തന്ത്രത്തിൽ ഒരു വലിയ സങ്കല്പമുണ്ട്, ബുദ്ധമാത എന്നൊരു സങ്കല്പം. സ്വയം ബുദ്ധത്വം പ്രാപിച്ച മഹാത്മാക്കളുടെ എല്ലാം അമ്മ. ആ സ്ഥാനത്താണ് അമ്മയെ നമ്മൾ കാണുന്നത്. അമ്മ കേവലം ഒരു സന്യാസാശ്രമം നടത്തുന്ന ആളല്ല. പക്ഷെ അമ്മയുടെ സന്യാസിമാരെല്ലാം പരമ്പര ലംഘിക്കാതെ പുരി സമ്പ്രദായത്തിൽപ്പെടുന്ന ഉത്തമ സന്യാസിമാരാണ്. അവർക്കെല്ലാം ശാസ്ത്ര പാണ്ഡിത്യവുമുണ്ട്, തപസ്സുമുണ്ട്. മാത്രമല്ല നമുക്കറിയാം സന്യാസിമാരിൽ പലരുടെയും സന്യാസ ദീക്ഷയുടെ തലേ ദിവസം വരെ അമ്മ എന്ത് ചെയ്യും? അമ്മ ഇവരെ പോലെ പ്രസംഗിച്ച് ടി വിയിൽ പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്. അമ്മ നേരിട്ട് കക്കൂസ് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഇറങ്ങുകയാണ് അതിനുള്ളിൽ. ഭക്തന്മാരെ വാ മക്കളെ എന്ന് വിളിക്കുന്നു. സന്യാസിമാർ നമ്മുടെ ബ്രഹ്മചാരികൾ അടുത്ത് നിൽക്കുന്നു. അമ്മ ഈ മലം നിറഞ്ഞ തൊട്ടി കോരിയിട്ട് സന്യാസിമാരുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ അത്രയും കഷ്ടപ്പെട്ടും സേവനം ചെയ്ത് ചിത്തശുദ്ധിക്ക് കർമ്മയോഗം കൂടാതെ പറ്റില്ല. സന്ദീപാനന്ദഗിരി നല്ല കപ്പലണ്ടിയൊക്കെ കഴിച്ചിട്ട് AC മുറിയിൽ ഉറങ്ങുന്ന ആളാണ്. അമ്മയുടെ ആശ്രമത്തിൽ അദ്ദേഹം വരാത്തതിന്റെ കാരണം ഇവിടെ എല്ലുമുറിയെ പണിയെടുത്താൽ മാത്രമേ സന്യാസം കിട്ടൂ. ഇവിടെ വെറുതെ കുറച്ച് പുസ്തകം പഠിച്ചിട്ട് പ്രസംഗിച്ച് നടന്നാലൊന്നും അമ്മ സമ്മതിക്കില്ല. അമ്മ സ്വയം മാതൃകയാണ്. സ്വയം ആചരത്തെ യസ്മാത് തസ്മാത് ആചാര്യ ഉച്യത്തെ. ആചാര്യ ശബ്ദത്തിനർത്ഥം സ്വയം ആചരിച്ചുകൊണ്ട് ആര് കാണിക്കുന്നുവോ അവൻ മാത്രമാണ് ആചാര്യ ശബ്ദത്തിന് അർഹൻ. അമ്മയെ സംബന്ധിച്ച് അമ്മ 100% പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇത് സന്യാസാശ്രമമാണ്, ഇത് ഭക്തിപ്രസ്ഥാനവുമാണ്, ഇത് ജ്ഞാന പാരമ്പര്യത്തിന്റെയും ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ഏത് ദിക്കിലൂടെ നോക്കിയാലും കർമ്മയോഗമാകട്ടെ, രാജയോഗമാകട്ടെ, അത് ഇനി മറ്റ് ഭക്തിയോഗമാകട്ടെ, ഏത് മാർഗക്കാർക്കും അമ്മയിലേക്ക് വരാം. അതുകൊണ്ടാണ് ഈ അർത്ഥത്തിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞത്, അർജുന എന്നെ 4 തരം ആളുകൾ ആശ്രയിക്കുന്നു. ആർത്തൻ, ദുഃഖിതൻ, അർത്ഥാർത്ഥി, സമ്പത്ത് ആഗ്രഹിച്ചു വരുന്നവൻ, മുമുക്ഷു അതായത് ജിജ്ഞാസു, അറിയണമെന്ന് ആഗ്രഹിച്ചു വരുന്ന സാധകൻ, ജ്ഞാനി, നേടിയവൻ, ബുദ്ധൻ. അവനും ഈ 4 പേർക്കും വരാവുന്ന ആശ്രമമാണ് അമ്മയുടെ. കാരണം അമ്മ പൂർണ്ണ ബ്രഹ്മസ്വരൂപിണിയാണ്. ആർക്ക് ഏത് രീതിയിൽ എന്ത് ഉപദേശിക്കണം എന്നറിയുന്ന ഗുരുവാണ്. അപ്പൊ സദ്ഗുരുവായിരിക്കുന്ന അമ്മയെ സന്ദീപാനന്ദഗിരിയെ പോലെ കേവലം 1-2 വർഷം 1-2 പുസ്തകങ്ങൾ പഠിച്ച ഒരാളെ എങ്ങനെ വിമർശിക്കുന്നുള്ളത് പൊതുജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ശരി, അടുത്തത്. ഒരു മഹാത്മാവിന്റെ കാലഘട്ടത്തിൽ ജനിക്കുക തന്നെ മഹാഭാഗ്യമായി പുരാണങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മയെപ്പോലെ ഒരു മഹാത്മാവിന്റെ കാലത്ത് ജനിക്കാൻ ഉണ്ടായ ഭാഗ്യത്തെ കുറിച്ച് അറിയാതെ ആശ്രമത്തിൽ നിന്നും വളരെ വർഷങ്ങൾക്ക് മുൻപേ വിട്ടുപോയ ഒരു വിദേശ വനിതയുടെ പരാമർശങ്ങളെ ചൊല്ലി പീപ്പിൾസ് ടിവിയിലും മറ്റ് ചാനലുകളിലും മറ്റും വന്നിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഗെയിൽ ട്രെഡ്വെല്ലിനെ പറ്റിയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. അവര് സ്വാമിനി അമൃതപ്രാണ എന്ന സന്യാസ നാമത്തിൽ അവിടെ നിന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയാർക്കും നേരിട്ട് സന്യാസം കൊടുക്കാറില്ല, അത് തെറ്റിദ്ധാരണയാണ്. സ്വാമിനി അമൃതപ്രാണ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗെയിൽ ട്രെഡ്വെൽ അവർ തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഗായത്രി എന്ന പേര് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഗെയിൽ ട്രെഡ്വെല്ലിന്റെ ഈ അപവാദം അല്ലെങ്കിൽ ആരോപണം, എൻ്റെ ലളിതമായ ചോദ്യം, ഗെയിൽ ട്രെഡ്വെൽ തന്നെ പറയുന്നു, ആശ്രമം വിട്ടുപോയി കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് സൈക്കിക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ ആശ്രമത്തിൽ തന്നെ ഡിപ്രഷന്റെ അസുഖവും മറ്റും ഉണ്ടായിരുന്ന സ്ത്രീയാണ്. മറ്റുള്ളവരെ വളരെ ബാലിശ്യമായി കടന്ന് ആക്രമിക്കുന്ന ഒക്കെ രീതി അവർക്കുണ്ടായിരുന്നു. പക്ഷെ അമ്മ അറിയാമല്ലോ, സ്വന്തം ശരീരത്തെ പിടിച്ച് പിച്ചിയാൽ പോലും അമ്മ ഒട്ടും പ്രതികരിക്കുന്നത്. അമ്മ എന്നുള്ള ഭാവമാണ്, മാതൃരൂപിണിയാണ്. അപ്പൊ അതേ സമയത്ത് ഈ സ്ത്രീ ആശ്രമത്തിലെ മറ്റു പല ബ്രഹ്മചാരികളെയും ഇതുപോലെ സ്വഭാവത്തിന്റെ വൈകൃതം കൊണ്ട് വേദനിപ്പിച്ചിരുന്നു. അതെല്ലാം അമ്മ പുറത്തു. ആശ്രമം വിട്ട് വിദേശത്ത് പോയ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇവർ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, സൈക്കോട്ടിക് പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവർ ഹിപ്നോസിസിന് വിധേയമാണ്. അമേരിക്കയിൽ ഒരു പൊതു രീതി, അവിടെ ഒരുപാട് കേസുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അമേരിക്കയിൽ ആരെങ്കിലും ഒരു സൈക്കിയാട്രിസ്റ്റിനെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉടനെ അവർ പറയും നിങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടു സ്ത്രീകളോട്. അതൊരു രീതിയാണ്, അന്വേഷിച്ചാൽ അറിയാം. ഇത് ഇവിടെ വലിയ വാർത്തയാക്കുന്നതിന് മുമ്പ് അതൊക്കെ അന്വേഷിക്കണമായിരുന്നു. ഈ സ്ത്രീയോട് ഇതുപോലെ സൈക്കിയാട്രിസ്റ്റ് പറഞ്ഞൊരു നുണയാണ് പെട്ടെന്ന് അവർ ആ പുസ്തകത്തിൽ എഴുതിയിട്ട്, ഞാൻ ആശ്രമത്തിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് സൈക്കിയാട്രിസ്റ്റ് പറഞ്ഞു.
എന്റെ ചോദ്യം, 3 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടാൽ മറന്നുപോയുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ് 21-ാം വയസ്സിലാണ് ആശ്രമത്തിൽ വരുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ബോധമുള്ള സ്വസ്ഥയായ ഒരു സ്ത്രീ ആയിട്ടാണ് ആശ്രമത്തിൽ വരുന്നത്. ആ സ്ത്രീ അവിടെ വെച്ച് നിരവധി തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെങ്കിൽ അത് ഓർത്തെടുക്കുന്നത് പിന്നീട് വളരെ കാലം ആശ്രമം വിട്ടുപോയി കഴിഞ്ഞ ശേഷം ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ അവർക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ട്. അത് സംശയമുള്ള കാര്യം. അത് ഇനിയും അവരെ ഇരുത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ചിത്തഭ്രമക്കാരി വിളിച്ചു പറഞ്ഞ കാര്യത്തെ വളരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് അതിലേറെ ചിത്തഭ്രമമാണ്. ഇത്ര പറയാം. ഈ കാര്യത്തിന്റെ അമ്മയോട് പറയുമ്പോൾ ഇപ്പോഴും അമ്മ പറയുന്നത് ആരെയും വേദനിപ്പിക്കില്ലേ മക്കളെ എന്ന് അമ്മ പറയുന്നത്. അമ്മയുടെ ആ ഒരു മനസ്സ് നോക്കൂ. ഗെയിൽ ട്രെഡ്വെൽ പോലും അമ്മയ്ക്ക് ഇപ്പോഴും മകളാണ്. അവരമ്മയെ പറ്റി എന്തെല്ലാം മോശം പറഞ്ഞുണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മകളാണ്. അവർ പറയുന്ന ചില വിചിത്രമായ വാദങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോ. ആശ്രമത്തിൽ ഈ പീഡനം നടക്കുമ്പോഴൊക്കെ ബ്രിട്ടാസ് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ പീഡനം നടക്കുന്നത്? ഇല്ല, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. ലോകത്ത് ഇത്രയും അധികം ആളുകൾ 24 മണിക്കൂറും വരുന്ന ഒരു ആശ്രമത്തിൽ ഇങ്ങനെയൊന്നും നടന്നത്, പലതവണ നടന്നത് ഇവർ മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമായ അവരുടെ മാനസിക വിഭ്രാന്തിയുടെ വെളിപ്പെടുത്തലുകളാണ്. അവരെ വിശദമായി വേണ്ട രീതിയിൽ നിയമ നടപടികളിലേക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സത്യം പറയും. കാരണം ഇത് അമേരിക്കയിലുള്ള ഒരു ഫാഷനാണ്. നിങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടെന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കാനുള്ളത്. പിന്നെ വേറൊരു ചോദ്യം ചിലർ ചോദിച്ചു കേട്ടു, ഇങ്ങനെയൊക്കെ ഒരു ഡിപ്രസീവ് മൈൻഡുള്ള ഒരു അപകടകാരിയായ സ്ത്രീയാണ് ഇവരെങ്കിൽ എന്തിനാണ് അമ്മ ഇവരെ സ്നേഹിച്ചത്, കൂടെ നിർത്തിയത്? അതെല്ലാം മഹാഗുരുക്കന്മാരും കാണിച്ചിട്ടുള്ള കാര്യമാണ്. രാമകൃഷ്ണദേവന്റെ കൂടെ അദ്ദേഹത്തിന്റെ മരുമകനായിരുന്ന ഹൃദയൻ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം രാമകൃഷ്ണദേവനെ പറ്റി മോശം പറഞ്ഞുണ്ടാക്കിയത് ഇതേ ഹൃദയമാണ്. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അത് അവരുടെ കാരുണ്യമാണ്. സ്വയം ചുവട് വെട്ടുമ്പോഴും തണൽ നൽകുന്ന വൃക്ഷത്തെ പോലെയാണ് മഹാത്മാക്കൾ. ആ അവസ്ഥയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ സാധനയൊക്കെ ചെയ്ത് ഉയരണം. യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു യൂദാസ് ഒറ്റുകൊടുക്കും, 100% അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും കൂടെ കൂട്ടി എത്ര വർഷങ്ങൾ നടന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന് സർവ്വത്വം ഇല്ല എന്ന് വാദിക്കുമോ? ഇതൊക്കെ നമ്മൾ മഹാത്മാക്കളുടെ ജീവിതം കണ്ടു മനസ്സിലാക്കണം. അമ്മയെ സംബന്ധിച്ച് അമ്മ എന്നും തണൽ തരുന്നൊരു മരമാണ്. അത് മുറിച്ചു തള്ളാൻ നോക്കുമ്പോൾ പോലും തണൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് ഈ കാര്യത്തെ പറ്റി പറയാൻ സാധിക്കും. ഗെയിലിന്റെ പുസ്തകത്തെ പറ്റി അധികം ചർച്ച ചെയ്യുന്നത് അതൊരു മാനസിക വിഭ്രാന്തിയുടെ പുറപ്പെടുവിക്കലായതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയാനില്ല. ഇനിയൊരു ചോദ്യം, ഇടക്കാലത്തായി ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, മഹാത്മാക്കളെ അവരെ കൊണ്ട് മാധ്യമങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ താറടിച്ച് കാണിക്കുക എന്നൊരു പ്രവണത കണ്ടുവരുന്നു. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? എന്താണ് അവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം? എന്താണ് ഈ ഒരു രീതിയിലുള്ള പ്രവണത സമൂഹത്തിൽ വളർന്നു വരാനുള്ള സാഹചര്യം എന്ത്? ഇതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സത്യസായി ബാബയെ പറ്റിയിട്ട് തെളിവ് സഹിതം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യ ടുഡേ മാഗസീനിൽ ഏതാനും വിദേശീയരായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാരെ, അദ്ദേഹം സ്വർഗരതിക്ക് അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരുന്നു. ഇതേ ഇന്ത്യ ടുഡേ ഭഗവാൻ സത്യസായി ബാബ സമാധിയായപ്പോൾ അദ്ദേഹത്തെ വാനോളം ഉയർത്തിക്കൊണ്ട്, അത് ഈ പരാമർശങ്ങളൊന്നും അതിലില്ല, വാനോളം ഉയർത്തിക്കൊണ്ട് എഴുതിയിരിക്കും. മാധ്യമങ്ങളുടെ ഒരു രീതി, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള വേശ്യകൾ മാധ്യമങ്ങളെക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണ്. അവർക്ക് കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ് ഉണ്ടാവും സമൂഹത്തോട്, ചെയ്ത ജോലിയോട്. അവർ ഓരോ ചാനലുകളുടെയും അല്ലെങ്കിൽ ഓരോ മാഗസീന്റെയും സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അപവാദങ്ങളെ പിടിച്ചിട്ട് ഉപയോഗിക്കുകയാണ്. ഈ അപവാദം ഉണ്ടാക്കി വിടുന്ന പലപ്പോഴും പല സോഴ്സസ്, അവർ കോമൺ സോഴ്സസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സത്യസായി ബാബയുടെയും അമ്മയുടെയും ഒക്കെ പ്രവർത്തനമുണ്ട്. മതപരിവർത്തനം വളരെയധികം നിന്നുപോയി ഭാരതത്തിൽ. കാരണം അമ്മ എല്ലാ സഹായവും ചെയ്യുന്നു. ആളുകൾക്ക് വിശക്കുന്നവന് ഭക്ഷണം, പിന്നെ രോഗിക്ക് മരുന്ന്, ചികിത്സ, വീടില്ലാത്തവന് വീട്, ഇങ്ങനെ എല്ലാ തരത്തിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സമൂഹത്തെ സേവിക്കുന്നു ഇവരൊക്കെ, ഈ മഹാത്മാക്കളൊക്കെ. ഇവരെ ആക്രമിക്കാൻ എന്താണ് വഴി? ഏക വഴി ലൈംഗികമായ എന്തെങ്കിലും ആരോപണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടിനെ പറ്റി പറയുക. ഇവിടെയുള്ള ഒരു പള്ളിയും, ഇന്ത്യയിലുള്ള ഒരു പള്ളിയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലല്ല. ഭൂനിയമത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് പോപ്പിന്റെ പേരാണ് എഴുതിയിരിക്കുന്നതെല്ലാം. അതൊന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. കോടികളുടെ സ്വത്താണ് ഓരോ പള്ളികളിലും കുമിഞ്ഞു കൂടുന്നത്. അതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ആശ്രമങ്ങളെ, ഹിന്ദു സ്ഥാപനങ്ങളെ വ്യക്തമായിട്ട് കടന്നാക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടായിരിക്കും വിവാദങ്ങൾ വരുന്നത്. പക്ഷെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ട നിലപാട്, ഇങ്ങനെ വിവാദങ്ങൾ വരുമ്പോൾ ഇത് ഏതെങ്കിലും കേന്ദ്രങ്ങൾ ആസൂത്രിതമായിട്ട് മഹാത്മാക്കളെ കരുതിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും മിനിമം ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. അത് മറന്നുകൊണ്ടാണ് പലരും ശ്രമിക്കുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് ഷിക്കാഗോ, ആ പ്രസംഗം വളരെ പ്രസിദ്ധമായി. അപ്പോൾ ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പല വേദികളിലും തടിച്ചുകൂടി.
അപ്പോൾ അവിടെ മിഷണറിമാര് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുമായിരുന്നു. എന്താണ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ? വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന ഇയാൾ അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലെ വേലക്കാരെ പീഡിപ്പിച്ച് നാട് കടന്ന് അമേരിക്കയിൽ എത്തിയതാണ് എന്നൊക്കെ വളരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് സ്വാമി വിവേകാനന്ദനെ പോലും അന്ന് കാലത്ത് തന്നെ ആക്രമിച്ചിട്ടുണ്ട് ഇവര്. അവരുടെ ഒന്നും ഒത്താശയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എങ്കിലും എന്തു പറയുമ്പോൾ ഒരു മാന്യത സൂക്ഷിക്കുന്നത്, ഒരു പ്രതിപക്ഷ ബഹുമാനമെങ്കിലും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതൊരു താക്കീതായിട്ട് തന്നെ എടുക്കണം എന്നാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു തെറ്റായ പ്രചരണം ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരൊന്നും അവതരിച്ചിട്ടേ ഇല്ല, ഇതെല്ലാം കെട്ടുകഥകളാണ് എന്നൊക്കെ ഒരു ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്തു കൂടെ ഭാഗവത ക്ലാസ്സുകൾ പോലെയുള്ള നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. സന്ദീപാനന്ദഗിരിയെ കുറിച്ച് തന്നെയാണ് ഞാൻ പരാമർശിക്കുന്നത്. ഇതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഭഗവത്ഗീത ഉണ്ടെന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന്. സ്കൂൾ ഓഫ് ഭഗവത്ഗീത ആണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. ആ പേരിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. ഭാഗവത ക്ലാസ്സുകൾ എടുക്കുന്നു, ഭാഗവത തത്വവിചാര യജ്ഞങ്ങൾ നടത്തുന്നു. ചോദ്യം, ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥം ഭഗവാനെ സംബന്ധിച്ചതെന്നാണ്. അവിടെ ഭഗവാനെ ജനിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ എന്ത് ഭാഗവതം? പണ്ട് രാമകൃഷ്ണദേവൻ പറയും, ഭാഗവതം, ഭഗവാൻ, ഭക്തൻ, ഈ മൂന്നും ഒരുപോലെ സംപൂജ്യരാണെന്ന് പറയും. അപ്പൊ ഭക്തിയുടെ ആ നിർമ്മലത ഇല്ലാത്തൊരു മനസ്സായിരിക്കണം സന്ദീപാനന്ദഗിരിയുടെ. ഒരു മരുഭൂമിക്ക് സമാനമായ മനസ്സ്. ആ മനസ്സിൽ നിന്ന് ഇങ്ങനത്തെ ജൽപ്പനങ്ങളൊക്കെ വരും. പിന്നെ ഭഗവത്ഗീത ഇല്ലായിരുന്നു, ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നു എന്ന് ഇത് സന്ദീപാനന്ദഗിരി മാത്രമല്ല പറയുന്നത്. ഇടമറവ് ഒരു പുസ്തകം എഴുതി, ജോസഫ് ഇടമറവ്. ആ പുസ്തകം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല. വളരെ ലളിതമാണ് ഈ ഉത്തരം. ഭഗവത്ഗീത ഉണ്ടോ? ഉണ്ട്. അതിന്റെ ഭാഷ്യമുണ്ടോ? ഉണ്ട്. എങ്കിൽ അത് പറഞ്ഞൊരാളുണ്ട്. ആ പറഞ്ഞയാളെയാണ് ശ്രീകൃഷ്ണൻ വിളിക്കുന്നത്. അങ്ങനെ ഉൾക്കൊണ്ടാൽ അതിന് പ്രയാസമില്ല, യുക്തിസഹമാണ്. ഭഗവത്ഗീത ഉണ്ടല്ലോ, ഉണ്ട്. ഭാഗവതം ഉണ്ടല്ലോ, ഉണ്ട്. ഇത് പറഞ്ഞൊരാളുണ്ടല്ലോ, ആ ഉണ്ടായിരിക്കും. അയാളെ ശ്രീകൃഷ്ണൻ കരുതി സന്ദീപാനന്ദഗിരി സമാധാനിക്കട്ടെ. മറ്റു ശതകോടി ജനങ്ങളും ശ്രീകൃഷ്ണൻ ഈശ്വരനായി പൂജിക്കട്ടെ. ഗീത ശരിക്ക് ഭാഷ്യ സഹിതം പഠിച്ചാൽ ആരാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് അറിയാനുള്ള ഒരല്പം ബുദ്ധിയെങ്കിലും സന്ദീപാനന്ദഗിരിക്ക് കിട്ടും. അതിന് ഒരു പക്ഷേ ഒരു സാത്വിക ബുദ്ധി ആവശ്യമാണ്, അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. പിന്നെ അതിന് വേറൊരു കാരണമുണ്ട്, കയ്യടി നേടാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്യഗ്ന്യാസമാണ്. നല്ല രീതിയിൽ നന്നായി ത്യജിക്കുക എന്നാണ് അർത്ഥം. എന്തിനാണ് ത്യജിക്കുന്നത്? ഭൂതകാല സ്മരണകളെയാണ് ത്യജിക്കുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ ഭൂതവും ഭാവിയും ചേർന്നിട്ടുള്ളതാണ്. ഭൂതകാല സ്മരണകളെ ത്യജിച്ച് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് വസ്ത്രം ധരിച്ചാലും എവിടെ ജീവിച്ചാലും സന്യാസിയാണ്. ഈ അർത്ഥത്തിൽ രമണ മഹർഷി രമണഗീതയിൽ പറയുന്നുണ്ട്, സന്യാസോ നിർമ്മലം ജ്ഞാനം. നിർമ്മലമായ ജ്ഞാനമാണ് സന്യാസം. എന്താണ് ഈ നിർമ്മലമായ ജ്ഞാനം? ഈ നിമിഷത്തിൽ മാത്രം ചിത്തത്തെ നിർത്താനുള്ള കഴിവാണ് ജ്ഞാനം. പുസ്തക പാണ്ഡിത്യമല്ല. നേരത്തെ പറഞ്ഞു, ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ചിത്തം പരിപൂർണമായി നിശ്ചലമായി തന്റെ സത്തയെ അറിയുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഭൂതകാല സ്മരണകൾ ഉണ്ടാവുന്നില്ല. സന്യാസി എന്നും സ്വാമി എന്നും സ്വയം വിശേഷിപ്പിക്കുന്ന സന്ദീപാനന്ദഗിരി ഇപ്പോഴും ഭൂതകാലത്തെ ഏതോ ഒരു പാർട്ടി ഓഫീസിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുകയാണ് മനസ്സ്. ഇപ്പോഴും പാർട്ടി ഓഫീസിന്റെ ബെഞ്ചിലിരുന്ന സ്മരണകൾ, പാർട്ടിക്ക് വേണ്ടി മുട്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ സ്മരണകൾ, കൊടി പിടിച്ച സ്മരണകളൊക്കെ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് സന്യാസ വേഷം ഉപേക്ഷിച്ച് പാർട്ടിയിൽ ചേർന്ന മാന്യതയുണ്ട്. കാരണം അദ്ദേഹം പാർട്ടി പ്രവർത്തനം പറയാം. അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിൽ ഒരു സൈക്കോളജിക്കൽ വാർ, ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട്. അതെന്താണ്? താൻ ആരാണെന്നുള്ള അന്വേഷണം ഏതായാലുമില്ല. സന്യാസിക്ക് ചേർന്ന അന്വേഷണം ഏതായാലുമില്ല. എന്നാൽ ഭാരതീയ ബിംബങ്ങൾ അപമാനിച്ചു കളയാം, എന്നാൽ പാർട്ടിക്കാർക്ക് സന്തോഷമാവല്ലോ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ പ്രവർത്തിക്കുമ്പോൾ പുറകിൽ തനിക്ക് പിന്നിലുള്ള ചരിത്രത്തെ, താൻ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ തിണ്ണകളിൽ നിന്ന് ഇറങ്ങി നടന്ന ആളാണെന്നുള്ള ചിന്ത അയാളിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം അധമനായ സന്യാസിക്ക് മാറ്റുന്നത്. ഭൂതകാലത്തോട് പൂർണ്ണമായും വിട പറയാൻ സന്ദീപാനന്ദഗിരി തയ്യാറാവുക. അപ്പൊ സന്ദീപാനന്ദയുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പൊ ശ്രീകൃഷ്ണനെ കളിയാക്കാവുന്ന നിൽക്കും. അയാളുടെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് പല ലോകത്ത് പുറത്തു വരും. ശ്രീകൃഷ്ണൻ ഒരു ഐഡന്റിറ്റി ക്രൈസിസും ഇല്ല. കാരണം വ്യാസാചാര്യർ ഇതേ മഹാഭാരതത്തിലും ഭാഗവത്തിലും പറഞ്ഞെന്താണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ, ഈ നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഈശ്വരനാണെന്ന് പറയുന്നു. വ്യാസാചാര്യർ പറഞ്ഞതിന്റെ അപ്പുറത്താണോ സന്ദീപാനന്ദഗിരി പറയുന്നത്? നാളെ ഒരിക്കൽ 100 കൊല്ലം കഴിയുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്നത് കിടന്നാൽ. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ മനസ്സിലുള്ള സംഘർഷത്തെ ആണ് വാക്കുകളുടെ പുറത്തുവിടുന്നത്. അത് വളരെ ശ്രദ്ധിക്കുക. ഭൂതകാലത്തോടുള്ള ഒരു ഗുഡ് ബൈ പറച്ചിലാണ് സന്യാസം. ഭൂതകാലത്തോട് മാത്രമല്ല, ഭൂതകാല സ്മരണകളോടും ചിന്തകളോടും. അത് ചെയ്യാൻ സന്ദീപാനന്ദഗിരി തയ്യാറായിരിക്കും. ഇനിയും അദ്ദേഹത്തിന് സന്യാസ ജീവിതം അങ്കലാപ്പിലാവും. കാരണം അദ്ദേഹത്തിന് മനസ്സിൽ തന്നെ സ്വയം കിട്ടാത്ത അവസ്ഥ വരും. ഇത് വളരെ വ്യക്തമായി അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സന്ദീപാനന്ദഗിരിക്ക്
ചില ഔഷധം, രോഗത്തിന് ചികിത്സയുണ്ട്, ചില ഔഷധങ്ങൾ തരാം. ഒന്ന്, മാതാ അമൃതാനന്ദമയ ദേവിയുമായിട്ട് അമ്മയുടെ ശിഷ്യന്മാരും ഭക്തന്മാരും സംവദിച്ച പുസ്തകം അമ്മയുടെ സംഭാഷണങ്ങൾ എന്ന പേരിൽ 1-2 വോളിയങ്ങളായിട്ട് ആശ്രമത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ തന്നെ പ്രഭാഷണങ്ങളുടെ ക്രോഡീകരിച്ചിട്ട് ജ്യോതിർഗമയ എന്ന് പറഞ്ഞിട്ട് 1-2 വോളിയമുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ സന്യാസ ശിഷ്യനായിട്ടുള്ള സ്വാമി പരമാത്മാനന്ദപുരിയുടെ മോക്ഷമാർഗത്തിലൊരു തീർത്ഥാടകൻ എന്ന പുസ്തകമുണ്ട്. അത് 2 വോളിയുണ്ട്. കുറഞ്ഞ വിലയുള്ളൂ. ഇതിനൊന്നും വലിയ സന്ദീപാനന്ദ താമസിക്കുന്ന പോലെ കടവ് റിസോർട്ടിലെ ഒരു ദിവസം 14,000 രൂപ 15,000 രൂപ വാടകയുള്ള മുറിയുടെ പൈസ ഇതിന് ആവശ്യമില്ല. ഈ പുസ്തകങ്ങളെല്ലാം കൂടി ഒരു 150 റുപ്യക്ക് കിട്ടും, അല്ലെങ്കിൽ 200 റുപ്യക്ക് കിട്ടും. ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇമ്പോസിഷൻ കൊടുക്കണം സന്ദീപാനന്ദഗിരിക്ക് ഭക്തന്മാരെ. എന്താണ് ചെയ്യേണ്ടത്? അമ്മയുടെ സംഭാഷണങ്ങൾ ഒരു 10 തവണയെങ്കിലും വായിക്കുക. അപ്പോൾ കുറച്ചൊക്കെ തെളിഞ്ഞ് ഒരു ഉള്ളിൽ നിന്ന്. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ സ്വന്തം ഐഡന്റിറ്റി ക്രൈസിസിൽ വരും. ഇപ്പോൾ തന്നെ അദ്ദേഹം ആ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് അത് വ്യക്തമാണ്. ആ പഴയ കാല സ്മരണ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന് അമ്മയുടെ ഭക്തന്മാർക്ക് പറയാനുള്ളത്, അമ്മയുടെ ഇത്തരം പുസ്തകങ്ങളൊക്കെ വാങ്ങി നന്നായി വായിക്കുക. ഇനി വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എത്തിച്ചു തരാൻ തയ്യാറുമാണ്. അതൊക്കെ ഒരു 100 തവണ വായിക്കണം അദ്ദേഹം. പ്രത്യേകിച്ച് ഞാൻ എടുത്ത് കാണിക്കുകയാണ് വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം. ഇതിന് 120 രൂപയോ 150 രൂപയോ രാമകൃഷ്ണ മഠത്തിന്. ഇതിൽ അധ്യാത്മ ഗുരു എന്നൊരു ഭാഗമുണ്ട്. ഈ ഭാഗം ഞാൻ വായിക്കാം. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ബോറടിക്കില്ലെങ്കിൽ ഞാൻ വായിക്കാം. അത് അല്പ കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിരിക്കണം. അത് എന്തിനാന്ന് വെച്ചാല്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചതിക്കാൻ എളുപ്പമാണ് മറ്റുള്ളവർക്ക്. അദ്ദേഹം ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതില് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. സ്വാമി വിവേകാനന്ദ പറയുകയാണ്, ഒരു കുരുടൻ കാഴ്ച ബംഗ്ലാവിൽ വന്നേക്കാം, പക്ഷെ അവൻ വരികയും പോവുകയും മാത്രം ചെയ്യുന്നു. അവൻ കാണണമെങ്കിൽ ആദ്യം അവന്റെ കണ്ണു തുറക്കണം. മതത്തിൽ ഈ കണ്ണു തുറപ്പിക്കുന്നവനാണ് ഗുരു. അതുകൊണ്ട് ഗുരുവിനോട് നമുക്കുള്ള ബന്ധം പിതൃസന്താന ബന്ധമാണ്, അല്ലെങ്കിൽ മാതൃസന്താന ബന്ധമാണ്. ഗുരു അധ്യാത്മ പിതാവാണ്, നമ്മളെ സംബന്ധിച്ച് അധ്യാത്മ മാതാവാണ്. ശിഷ്യൻ അധ്യാത്മ സന്താനവുമാണ്. ലോകത്തിലെ സർവ്വ ഗുരുക്കന്മാർക്കും ഗുരുക്കന്മാരായ ഒരു വിഭാഗം ആളുകളുണ്ട്. മനുഷ്യരൂപത്തിൽ ഈശ്വരന് തന്നെ അവർ പ്രതിനിധീഭവിക്കുന്നു. അവർ വളരെ ഉയർന്നവരാണ്. അവർക്കൊരു സ്പർശം കൊണ്ട്, ഒരു ഇച്ഛ കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് ആധ്യാത്മികതയെ സംക്രമിപ്പിക്കാൻ സാധിക്കും. അമ്മയുടെ ഒരു ആലിംഗനം ആ സ്പർശത്തിലൂടെ ചെറിയൊരു ജസ്റ്ററാണ്. അതിലൂടെ അമ്മ ഒരുവനെ നന്മയുടെ പാതയിലേക്ക്, സത്യത്തിന്റെ പാതയിലേക്ക് എളുപ്പം കൊണ്ടുവരും. അത് അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ ആധ്യാത്മിക പ്രവർത്തനം അമ്മയുടെ ദർശനം തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ സന്ദീപാനന്ദഗിരിക്ക് സാധിക്കില്ല. സന്ദീപാനന്ദഗിരിയെ സംബന്ധിച്ച് കെട്ടിപ്പിടുത്തത്തിന് ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. ഒരു അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുക, ഗുരു ശിഷ്യനെ കെട്ടിപ്പിടിക്കുക, ശ്രീരാമൻ ഹനുമാനെ കെട്ടിപ്പിടിച്ചതെന്നും പറ്റി പറഞ്ഞാൽ ഒരു പക്ഷേ സന്ദീപാനന്ദഗിരിക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ സർവ്വഗുരുക്കന്മാർക്കും ഗുരുക്കന്മാരാണ്. മനുഷ്യന് കൈവന്ന മഹത്തമങ്ങളായ ഈശ്വര ആവിർഭാവങ്ങൾ. അവരിൽ കൂടെ അല്ലാതെ നമുക്ക് ഈശ്വരനെ കണ്ടുകൂടാ. അവരെ നമുക്ക് ആരാധിക്കാതെ വയ്യ. നാം ആരാധിക്കാൻ നിർബന്ധരായിട്ടുള്ളവർ അവർ മാത്രമാണ് താനും. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അത് അദ്ദേഹം സന്ദീപാനന്ദഗിരിയെ പറ്റി ആൾക്കാരെ പ്രത്യേകം താക്കീത് ചെയ്യുന്നുണ്ട്. നമ്മൾ ബുദ്ധിപരമായ മഹാപ്രഭാഷണങ്ങൾ ചെയ്തേക്കാം, വളരെ വലിയ യുക്തിവാദികളായേക്കാം, ഈശ്വരന്റെ ഈ കഥകളൊക്കെ ബോധശൂന്യങ്ങളാണെന്ന് തെളിയിച്ചേക്കാം. തൽക്കാലം നമുക്ക് പ്രായോഗികമായ സാമാന്യ ബോധത്തിലേക്ക് വരിക. ഈ വിശിഷ്ട ബുദ്ധിയുടെ പിന്നിൽ എന്തുണ്ട്? പൂജ്യം, ഒന്നുമില്ല. അത്രയേറെ വെറും പത. അടുത്ത തവണ ഒരുവൻ ഈ ഈശ്വരാരാധനയ്ക്കെതിരെ ബുദ്ധിമത്തായ മഹാപ്രഭാഷണങ്ങൾ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അയാളെ പിടികൂടി ചോദിക്കുക. ഭക്തന്മാരോട് അന്നേ കാലത്ത് തന്നെ സ്വാമി വിവേകാനന്ദ പറഞ്ഞ അയാളെ പിടികൂടി ചോദിക്കുക. ഈശ്വരനെ പറ്റി അയാളുടെ ആശയം എന്തെന്ന്. സർവശക്തിത്വം, സർവജ്ഞത്വം, സർവക പ്രേമ മുതലായവയ്ക്ക് ആ വാക്കുകളുടെ അക്ഷരത്തിൽ കവിഞ്ഞ് അയാൾ കൽപ്പിക്കുന്ന അർത്ഥം എന്താണെന്ന് അയാളോട് ചോദിക്കുക. അയാൾ ഒരു അർത്ഥവും കൽപ്പിക്കുന്നില്ല. അയാൾക്ക് ഒരാശയവും രൂപവൽക്കരിക്കാൻ വയ്യ. ഒരൊറ്റ പുസ്തകവും വായിച്ചിട്ടില്ലാത്ത തെരുവ് മനുഷ്യനേക്കാൾ അയാൾ ഒട്ടും മെച്ചമല്ല. വീണ്ടും പറയുന്നു, ഒരൊറ്റ പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത തെരുവ് മനുഷ്യനേക്കാൾ അയാൾ ഒട്ടും മെച്ചമല്ല. ആ തെരുവ് മനുഷ്യൻ ഏതായാലും ശാന്തനാണ്, ലോകത്തിന് സ്വൈരക്കേട് ഉണ്ടാക്കുന്നുമില്ല. അതേസമയം മറ്റേ മനുഷ്യന്റെ വാദങ്ങൾ സ്വൈരക്കേട് ഉണ്ടാക്കുന്നു. അയാൾക്ക് യഥാർത്ഥ പ്രത്യക്ഷമില്ല. രണ്ടുപേരും ഒരേ തരത്തിലാണ്. ഈ കാര്യമാണ് സന്ദീപാനന്ദഗിരിയെ പറ്റി പറയാറുള്ളത്. കാരണം വഴിയിൽ കിടക്കുന്ന തെരുവ് തണ്ടിയേക്കാൾ അധപതിച്ചിരിക്കുന്നു. സന്യാസാശ്രമം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് മഹാത്മാക്കളായിട്ടുള്ള ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ ഇല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. ഒരു രസകരമായ കാര്യം പറയാം. എല്ലാ വർഷവും 25,000 30,000 ഒക്കെ ഭക്തന്മാരോട് പിരിവ് നടത്തിയിട്ട് ഡൊണേഷൻ വാങ്ങിയിട്ട് ഈ സന്ദീപാനന്ദഗിരി ഉത്തരഭാരതത്തിലേക്ക് യാത്ര നടത്താറുണ്ട്. അവിടെ ഇദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. വ്യാസപീഠം, വ്യാസന്റെ ഉള്ളതുകൊണ്ടാണല്ലോ വ്യാസപീഠം ഉണ്ടായത്. അത് സന്ദീപാനന്ദഗിരി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം കാണിച്ചു കൊടുക്കുന്നു.
അതുപോലെ കുരുക്ഷേത്രം കാണിച്ചു കൊടുക്കുന്നു, ഇന്ദ്രപ്രസ്ഥം കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴൊക്കെ സന്ദീപാനന്ദഗിരി എന്താ പറയാ, ശ്രീകൃഷ്ണൻ എന്നൊരാൾ ഉണ്ടായിട്ടില്ല, ഇല്ലാത്ത ആള് ജീവിച്ചിരുന്ന ഇല്ലാത്ത സ്ഥലം എന്നാണോ? അപ്പൊ ഇല്ലാത്ത സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോടികൾ പിരിച്ച് യാത്ര നടന്നത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ പോയ 2 കുട്ടികൾ മുങ്ങി മരിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഈ മനുഷ്യനോട് അനുകമ്പ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇത്തരം പുസ്തകങ്ങൾ, വിവേകാനന്ദ സാഹിത്യ സിലബസ്, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അകത്ത് കയറാനുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു സദ്ഗുരുവിനെ സ്വീകരിച്ച് അഹങ്കാരം താഴ്വയ്ക്കുക, അല്ലെങ്കിൽ സന്യാസം ഉപേക്ഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടക്കുക. അതേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഇദ്ദേഹം കൂടുതൽ ആശയക്കുഴപ്പം ഭക്തന്മാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇയാൾ പറയുന്നത് കേട്ടാൽ ശാസ്ത്രമാണെന്ന് തോന്നുന്നു, എന്നാൽ ശാസ്ത്രത്തെ പറ്റി ഇദ്ദേഹത്തിനൊന്നും അറിഞ്ഞുകൂടാ. അതാണ് ഇപ്പം വിവേകാനന്ദ സ്വാമിയോട് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു. അർജുനൻ ശ്രീകൃഷ്ണനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗീതയുടെ ആദ്യ ഭാഗത്ത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയും, പ്രജ്ഞാവതാംശ ഭാഷസേ. അർജുന, നീ വലിയ അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നു. സന്ദീപാനന്ദഗിരി താങ്കൾ അറിവുള്ളവനെ പോലെ സംസാരിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ ഏർപ്പാട് നിർത്തി, ഒന്നല്ലെങ്കിൽ താങ്കൾ സന്യാസത്തിന്റെ മഹിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആചാര്യന്മാരെ നിന്ദിക്കാതിരിക്കുക, അല്ലെങ്കിൽ താങ്കൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാകും. മൂന്നാമത്തെ ഓപ്ഷൻ, അവസാനത്തെ ഓപ്ഷൻ, ദയവ് ചെയ്ത് സന്യാസാശ്രമത്തിൽ നിന്ന് പിൻവാങ്ങി താങ്കളുടെ ഭൂതകാലത്തിലേക്ക്, താങ്കൾ ഏറ്റവും മനസ്സുകൊണ്ട് അഭിരമിക്കുന്ന ആ ഭൂതകാലത്തിലേക്ക് മടങ്ങുക. അതാണ് ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു ചോദ്യമുള്ളത്, നമ്മുടെ അമ്മയെക്കുറിച്ച് ഒരുപാട് കുപ്രചരണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് ഇപ്പം. അപ്പം ഈ കുപ്രചരണങ്ങളിൽ മനസ്സ് നോവുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ടറിയാം. നമ്മൾ പുരാതന കാലം മുതൽ കേൾക്കുന്നതും ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നതുമായിട്ടുള്ള വസ്തുതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കരിയില വീഴുന്നതിന്റെ പ്രകമ്പനം മറ്റൊരു ഭാഗത്ത് ഏൽക്കുന്നുണ്ടെന്നാണ്, അറിയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പഠിക്കാൻ പറ്റിയത്. അത് വെച്ച് ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ കണ്ണീര്, അവരുടെ മനസ്സിന്റെ വേദന, ഇത് ഏത് രീതിയിൽ നാളെ ഇവരൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? ഞാൻ ഇതിനൊരു കഥ പറഞ്ഞു നിർത്താം. കാരണം കൗരവ സദസ്സിൽ വെച്ച് ശ്രീകൃഷ്ണന്റെ ഒരു ഭക്ത, അങ്ങ് പറഞ്ഞത് അനേക കോടി ഭക്തന്മാരുടെ കാര്യമാണ്, ശ്രീകൃഷ്ണന്റെ ഒരു ഭക്ത കൗരവ സദസ്സിൽ വെച്ച് അപമാനിക്കപ്പെടുകയുണ്ടായി. അന്ന് അവിടെ എല്ലാം അറിഞ്ഞിട്ടും ബ്രഹ്മചര്യാശ്രമത്തിൽ പ്രവേശിച്ചിരുന്ന ഭീഷ്മപിതാമഹൻ പോലും മൗനം പാലിച്ചു. കർണൻ കൈയടിച്ച് ചിരിച്ചു. ദുര്യോധനൻ തുണി ഉയർത്തി തുടയിലടിച്ചു കാണിച്ചു, ഞങ്ങളും ആണുങ്ങളാണ് കേട്ടോ. പാഞ്ചാലിയെ പോലൊരു പതിവ്രതയെ, അല്ലെങ്കിൽ പാഞ്ചാലിയെ പോലൊരു മഹിളാരത്നത്തെ, ഭക്തരത്നത്തെ അപമാനിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്തതാണ്. പാഞ്ചാലിയെ പോലെ ഒരു ഭക്തയെ അപമാനിച്ചതിന്റെ പേരിലാണ് കൗരവപ്പട ഒന്നടങ്കം ചാമ്പലായത്. ദുര്യോധനൻ ഏത് തുട കാണിച്ചാണോ പാഞ്ചാലി അപമാനിച്ചത്, അതേ തുടയിൽ അടിച്ചു പൊട്ടിക്കാനാണ് ശ്രീകൃഷ്ണൻ ഭീമനോട് പറഞ്ഞത്. മഹാഭാരതം വായിച്ചാൽ ഇത്തരക്കാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്തായിരിക്കും? കേവലം ഒരു ഭക്തയെ അപമാനിച്ചതിന്റെ പേരിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക്, മഹാഭാരത യുദ്ധത്തിലേക്ക് ഭാരതം നീങ്ങി. ലോകം മുഴുവൻ അമ്മയുടെ ഭക്തന്മാരെ വേദനിപ്പിച്ചതിന്റെ പേരിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലും ഉണ്ടാകും. കാരണം ഭക്തന്മാരുടെ മനസ്സ് ഏകാഗ്രതമായി അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അമ്മയുടെ ക്ഷമ കൊണ്ട് മാത്രമാണ്, അമ്മയുടെ ഭൂമിക്ക് തുല്യമുള്ള ക്ഷമ കൊണ്ട് മാത്രമാണ് ഈ ഒന്നും സംഭവിക്കാതെ പോകും. അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ബോധിസത്വന്റെ കഥയുണ്ട്. അതായത് ഒരു ബോധിസത്വനായി തീർന്ന അയാളുടെ പൂർവ്വചരിത്രം വർണ്ണിക്കുകയാണ്. തപസ് ചെയ്യാൻ 12 വർഷം ബുദ്ധത്വം പ്രാപിക്കാൻ വേണ്ടി അദ്ദേഹം തപസ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. വീണ്ടും 12 വർഷം തപസ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. എല്ലാം മടുത്തിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരു തെരുവ് നായയുടെ വയറ്റിൽ നിന്ന് ഒരു വ്രണം, അതിൽ നിന്ന് പുഴുക്കൾ ഇറങ്ങി വരുന്നു. തെരുവ് നായ വേദനിച്ച് കരയുകയാണ്. ആരും അടുക്കുന്നില്ല, എല്ലാവരും കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ബുദ്ധൻ, ഈ ഒരു ബുദ്ധ ഭിക്ഷു എന്ത് ചെയ്തു? അതിനോട് കാരുണ്യമുണ്ടായി. 24 വർഷം തപസ് ചെയ്തു അദ്ദേഹം. ഈ നായയോട് കാരുണ്യമുണ്ടായി. അദ്ദേഹം കടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മുട്ടുകുത്തി അവിടെ ഇരുന്നിട്ട് ഈ നായയുടെ വ്രണത്തിലുള്ള പുഴുക്കളെ സ്വന്തം നാവിലേക്ക് എടുത്തു വെക്കുകയാണ്, നക്കിക്കൊണ്ട്. ആ നിമിഷം ആ നായ രൂപം മാറി അവലോകിതേശ്വരൻ അവിടുന്ന് അനുഗ്രഹം ചെയ്ത് ബുദ്ധത്വം കൊടുത്തു എന്നാണ്. ഇതാണ് അമ്മയുടെ ആധ്യാത്മികത. അമ്മയോട് ഒരിക്കലും ഒരു വിദേശ പത്രപ്രവർത്തകൻ ചോദിച്ചു, അമ്മയെ ആധ്യാത്മികതയെ അമ്മ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അമ്മ പറഞ്ഞു, സ്പിരിച്വാലിറ്റി ഈസ് കമ്പാഷനറ്റ്ലി കൺസിഡറിങ് അതേഴ്സ്. പ്രേമപൂർവ്വം കാരുണ്യത്തോടു കൂടി എല്ലാവരെയും തൻ്റെ ഭാഗം എന്ന രീതിയിൽ കാണാൻ കഴിയുന്നിടത്തോളം ഉയർന്നാൽ മാത്രമേ ഒരുവൻ ശരിയായ ആത്മീയ ജീവിയാവുന്നുള്ളൂ. അവലോകിതേശ്വരന്റെ കഥ പോലെ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന അത്ര ഉയർന്ന തരം ആധ്യാത്മികതയാണ്, പുസ്തകം പഠിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളല്ല. അതുകൊണ്ട് ഭക്തന്മാരുടെ വേദന
ശരിയാണ്. ഒരു പാഞ്ചാലിയുടെ കണ്ണീരിന് കൗരവപ്പട മുഴുവൻ കണക്ക് പറഞ്ഞതുപോലെ തീർച്ചയായും ആരൊക്കെയാണോ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നത് അവരെല്ലാം പ്രകൃതിയുടെ ശിക്ഷയ്ക്കും നിയമത്തിനും വിധേയരാകും. പക്ഷേ ഭക്തന്മാരുടെ മനസ്സിൽ എന്താണ് വരേണ്ടത്? അമ്മ എത്രത്തോളം ക്ഷമിക്കുന്നു, ആ കാരുണ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അമ്മ പറയും, ധ്യാനം ഒരു പുഷ്പമാണെങ്കിൽ കാരുണ്യം അതിൻ്റെ പരിമളമാണ്. ആ കാരുണ്യത്തിൻ്റെ പരിമളം പടർത്തി ലോകം മുഴുവൻ അമ്മയുടെ ഭക്തർ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം എന്ന് മാത്രം ഓർമ്മിക്കുക. അധികം ചോദ്യങ്ങളില്ലെന്ന് വരും. ഇല്ല, എല്ലാം മനസ്സിലായിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നതിന് കാരണം ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. അതെല്ലാം താങ്കളുമായിട്ടുള്ള അഭിമുഖം കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളുമായിട്ട് ഇത്രയും നേരം ചിലവഴിച്ച് സമീപിക്കണമെന്ന് പറഞ്ഞു. അമ്മയുടെ പാദങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞതൊക്കെ നമ്മുടെ കഴിവല്ല. നമുക്ക് അമ്മ തന്നിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട്. അത് പ്രേമത്തിന്റെ ഊർജ്ജമാണ്. അത് പുസ്തകം വായിച്ചാൽ കിട്ടുന്നതല്ല. പ്രേമത്തിന്റെ സ്വന്തം ജീവിതം കൊണ്ട് അമ്മ ആദർശം കാണിച്ചു തന്നു. ആ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ വാക്കുകളും ജീവിതവും പ്രവൃത്തിയും എല്ലാം സമർപ്പിക്കാം. ശാന്തരായിരിക്കാം. നമസ്കാരം.